വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇപ്രകാരം വെള്ളിയാഴ്ച കൂട്ടായ്മയായിട്ട് കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ തൻ്റെ കരങ്ങളിൽ കാത്തു പരിപാലിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിലൊക്കെ കൂടെയിരുന്നു. ആപത്തനർത്ഥങ്ങളിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ചു. ഈ പകൽക്കാലം നമുക്കൊക്കെ ദൈവം ദാനമായി നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മ ആരംഭിക്കാം. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെ ദൈവം കൂട്ടിച്ചേർക്കട്ടെ. സാങ്കേതിക ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒന്നും കൂടാതെ ഇന്നത്തെ കൂട്ടായ്മ അനുഗ്രഹീതമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമുക്കൊക്കെ അനുഭവിപ്പാൻ ഇടയാകുവാനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പകൽക്കാലത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരു രാത്രി കാലം അവിടുത്തെ കൃപയിൽ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ചതിനായിട്ട് സ്തോത്രം. ഈ ഒരു പുതിയ പ്രഭാതം നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായിട്ട് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ നടുക്കുന്ന, ഞങ്ങളെ ഞെട്ടിക്കുന്ന കർത്താവെ ഒരുപാട് വാർത്തകളും ദുരന്തങ്ങളെക്കുറിച്ചുള്ള, യുദ്ധങ്ങളെക്കുറിച്ചുള്ള വാർത്തകളുമൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ അധിവസിക്കുന്ന ഈ ലോകത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾ വല്ലാതെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ, ഈ നിമിഷങ്ങളിൽ ദൈവമേ, നിന്റെ സാന്നിധ്യത്തിലെ സമാധാനവും പ്രത്യാശയും കണ്ടെത്തുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ ഇന്നത്തെ കൂടിവരവിൽ അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം നൽകണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ അവിടുന്ന് അറിയുന്നു. ഞങ്ങൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ കർത്താവെ സംഭവങ്ങൾ, പശ്ചാത്തലങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്കൊക്കെ പല വിധത്തിലുള്ള വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങൾ അനുഭവിക്കുന്ന മാനസികമായ പിരിമുറുക്കങ്ങളുണ്ട്. കർത്താവെ, അതിനെയൊക്കെ അതിജീവിപ്പാനുള്ള ആത്മീയമായിട്ടുള്ള ബലം അടിയങ്ങൾക്ക് തരണമേ. ദൈവമേ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഭയപ്പെട്ടു പോകാതെ അങ്ങനെയുള്ള വിശ്വാസത്തിൽ ധൈര്യപ്പെടുവാൻ നീ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, പാട്ട് പാടുന്നവർക്ക് വേണ്ട ബലവും കൃപയും കൊടുക്കണം. വചനം വായിക്കുന്നവരെ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണം. വചനം സംസാരിക്കുന്നവർ, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നവരൊക്കെ കർത്താവെ, തിരുനാമഹത്വത്തിനായിട്ട് എല്ലാം ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരുടെയും പേരിന് വേണ്ടിയിട്ടോ പ്രശംസയ്ക്ക് വേണ്ടിയിട്ടോ കർത്താവെ, ഞങ്ങളുടെ ആരുടെയും വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല, മറിച്ച് തിരുനാമം മഹത്വപ്പെടുവാൻ കർത്താവെ, ഞങ്ങളൊക്കെ കുറെ കൂടെ വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടുവാൻ, ഞങ്ങളുടെയൊക്കെ ഹൃദയം, മനസ്സ് കൂടുതൽ വിശാലതയുള്ളതായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. കടന്നു വന്ന എല്ലാവരെയും അവിടുത്തെ കൃപയിൽ അവിടുന്ന് സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ഇന്നത്തെ കൂട്ടായ്മ കടന്നു വന്നതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും സന്തോഷമായിരിക്കാൻ, അനുഗ്രഹമായിരിക്കാൻ, നന്മയായിരിക്കാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായ സ്വാഗതം. ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് റിജിത്ത് എഡ്വിൻ ആൻഡ് ഫാമിലിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ റിജിത്ത് പാട്ടുകൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് ധോനി 40ാമത്തെ സങ്കീർത്തനം വായിക്കും. ഓവർ ടു റിജിത്ത്. താങ്ക് യു അച്ഛാ. ആദ്യത്തെ പാട്ട് നമ്മുടെ പ്രാർത്ഥനാ ഗീതങ്ങൾ ബുക്കിന്ന് സോങ് നമ്പർ 79. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശ്വരൻ,
മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനമശിഹ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനം വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ, രാജാധിരാജനമശിഹ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൂടാകോടി തൻ ദൂത സൈന്യവുമായി മേഘാരോധനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരുന്നേശു മശിഹ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത സോങ് നമ്പർ 205. പ്രാർത്ഥനയിൽ നൽനേരമേ ലോക ചിന്തകളകറ്റി ഏനാഗ്രഹ വശങ്ങളെ പിതാമുൻപിൽ കേൾപ്പിക്കും നീ. ആപദുഃഖ കാലങ്ങളിൽ ആശ്വാസം കണ്ടെത്തുമാത്മാ തേക്കാനിയിൽ വീഴഞ്ഞതും ഇമ്പസഖി നിന്നാൽ തന്നെ. തേക്കാനിയിൽ വീഴഞ്ഞതും ഇമ്പസഖി നിന്നാൽ തന്നെ. പ്രാർത്ഥനയിൽ നന്ദിരമേ കാത്തിടുന്നാത്മാവേ വാഴ്ത്താൻ നിത്യം കാത്തിരിപ്പോൻ മുൻപിൽ ഏതിക്കുമേനാഗ്രഹം നീ. തന്മുഖം തേടി വചനം വിശ്വസിപ്പാൻ താൻ ചൊന്നതാൽ തന്നിൽ മോറ്റം ആശ്രയിച്ചു നിന്നെ കാപ്പാൻ നേരമേ. തന്നിൽ മോറ്റം ആശ്രയിച്ചു നിന്നെ കാപ്പാൻ നേരമേ. പ്രാർത്ഥനയിൽ നേരമേ
പിസ്കൗലിനേൻ വീടിനെ നോക്കി ഞാൻ പാർക്കും വരെ താനേനാശ്വാസ പങ്കിനെ ഈ ജഡവസ്ത്രം വേട്ടു ഞാൻ ലക്കീനായി പറന്നുയർന്നു വാനം കടക്കുമ്പോൾ നിന്നെ വിട്ടു പോകുന്ന നേരമേ വാനം കടക്കുമ്പോൾ നിന്നെ വിട്ടു പോകുന്ന നേരമേ. താങ്ക് യു അച്ഛാ. Acha, audible? Yes, 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 yes. Okay. You're audible. Thank you, Rijit. Psalm 40. I waited patiently for the Lord. He turned to me and heard my cry. He lifted me out of the slimy pit, out of the mud and mire. He set my feet on the rock and gave me a firm place to stand. He put a new song in my mouth, a hymn of praise to our God. Many will see and fear the Lord and put their trust in him. Blessed is the one who trusts in the Lord, who does not look to the proud, to those who turn aside to false gods. Many, my Lord, are the wonders you have done, the things you planned for us. None can compare with you. Were I to speak and tell of your deeds, they would be too many to declare. Sacrifice and offering you did not desire, but my ears you have opened. Burnt offerings and sin offerings you did not require. Then I said, here I am, I have come. It is written about me in the scroll. I desired to do your will, my God. Your law is within my heart. I proclaim your saving acts in the great assembly. I do not seal my lips, Lord, as you know. I do not hide your righteousness in my heart. I speak of your faithfulness and your saving help. I do not conceal your love and your faithfulness from the great assembly. Do not withhold your mercy from me, Lord. May your love and faithfulness always protect me. For troubles without number surround me. My sins have overtaken me, and I cannot see. They are more than the hairs of my head, and my heart fails within me. Be pleased to save me, Lord. Come quickly, Lord, to my help. May all who want to take my life be put to shame and confusion. May all who desire my ruin be turned back in disgrace. May those who say to me, aha, aha, be appalled at their own shame. But may all who seek you rejoice and be glad in you. May those who long for your saving help always say, the Lord is great. But as for me, I am poor and needy. May the Lord think of me. You are my help and my deliverer. You are my God. Do not delay. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. അതിലും ഇപ്പോഴും നൽകി പ്രകാരം തന്നെ. Amen. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അല്പസമയം നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും ദൈവ സന്നദ്ധിയിൽ ഏകാഗ്രമാക്കാം. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്, ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് നമ്മൾ ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആമുഖമായിട്ട് വായിച്ചത്. മനുഷ്യന്റെ എല്ലാ നിസ്സഹായതകളും, ദ ഹെൽപ്ലെസ്നെസ് ഓഫ് ഹ്യൂമാനിറ്റി, നമുക്കെല്ലാം ഉണ്ടെങ്കിലും
ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമ്മോടൊപ്പം അവിടെയൊക്കെ നമ്മളായിരിക്കുമ്പോഴും പലപ്പോഴും നമ്മളൊക്കെ നിസ്സഹായരാണ്. സുരക്ഷിതമാണ്, തെറ്റുപറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്ന സാഹചര്യങ്ങളിലും നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റാണ്. അത്രത്തോളം ഫ്രജൈലാണ് നമ്മളെല്ലാവരും. ദാവീദും അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ കൈവിടും, നമ്മോട് കൂടെ നിൽക്കുമെന്ന് കരുതുന്നവർ സൗകര്യപൂർവം നമ്മളെ മറക്കും. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതൊക്കെ ഒരു പക്ഷേ നമുക്ക് തുണയാവില്ല. നമ്മളൊക്കെ വല്ലാതെ ഒറ്റപ്പെടും, നിസ്സഹായരാണ്. എല്ലാം ഉള്ളപ്പോഴും പലപ്പോഴും നമ്മൾ ദരിദ്രരാകും. ആവശ്യത്തിന് നമുക്കുള്ളതൊന്നും ഉപകരിക്കാത്ത സാഹചര്യം ഉണ്ടാകും. ദാവീദ് നമ്മളോട് പറയുന്നത് അതാണ്. ആ സമയത്തും ദാവീദ് പറയുന്നത്, കർത്താവേ, നീ താമസിക്കരുതേ. പലപ്പോഴും നമ്മളുടെ വലിയ ഒരു സംശയമാണ്, വൈ ലേറ്റ്, why the blessings are delayed, why my prayers are not answered, why I am not heard. നമ്മളൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ പകൽക്കാലം നമ്മളാരും ദാവീദിനേക്കാൾ ഒന്നും ശ്രേഷ്ഠരല്ല. നമ്മളാരും വേദപുസ്തകത്തിലെ പല മനുഷ്യരെക്കാളും മികച്ചവരല്ല. ഒരുപക്ഷെ അവരെക്കാളൊക്കെ വല്ലാതെ മോശപ്പെട്ടവരാണ്, കുറവുള്ളവരാണ്. എന്നാൽ നമ്മുടെ കുറവുകളുടെയും നമ്മുടെ ബലഹീനതകളുടെയും ഒക്കെ മധ്യത്തിൽ നമ്മളെ ചേർത്ത് നിർത്തുന്ന, നമ്മളെ മറന്നു കളയാത്ത, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് നമ്മുടെ ജീവിതം, വിശുദ്ധ വചനം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സഭ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് വിനയമായിട്ട് സമർപ്പിക്കാം, വിനയപ്പെടുത്താം, താഴ്ത്തി സമർപ്പിക്കാം. ദൈവസന്നിധിയിൽ വരുമ്പോൾ അഹങ്കരിക്കാനൊന്നുമില്ല. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നവരാ, ഡിക്റ്റേറ്റ് ചെയ്യുന്നവരാ. നമ്മളുടെ വിചാരം നമ്മളൊക്കെ എന്തൊക്കെ അറിയാം, നമ്മളൊക്കെ ആരൊക്കെയാണ്, നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കണം. ഡിക്റ്റേഷൻസ് ആർ ഡെവിളിഷ്. നമ്മളിലെ പിശാച് ചിലപ്പോഴും അങ്ങനെയാ പുറത്തു വരുന്നത്. നമ്മളൊക്കെ ദൈവസന്നിധിയിൽ വിനയപ്പെടേണ്ടവരാ, താഴ്മയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കേണ്ടവരാ. എത്ര വലിയ നേട്ടങ്ങളോ എത്ര വലിയ സമ്പത്തോ അനുഗ്രഹമോ ഒക്കെ ഉണ്ടായാലും, നമ്മളൊക്കെ സമൂഹത്തിലും ചുറ്റുപാടുകളിലും ഒക്കെ വലിയ സ്ഥാനമുള്ളവരാണെങ്കിലും ദൈവസന്നിധിയിലൊക്കെ നമ്മൾ സമരാണ്. ദൈവം നമ്മുടെ വലിപ്പവും ചെറുപ്പവും ഒന്നും ദൈവസന്നിധിയിൽ പരിഗണിക്കാറില്ല. നമ്മളെല്ലാം സമരാണ്. അതുകൊണ്ട് ആ ഒരു വലിയ വിനയത്തോടുകൂടെ, സമർപ്പണത്തോടുകൂടെ നമുക്ക് ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ സഭയായിട്ടായിരിക്കാം, ദൈവം നമ്മെ ആയിരിക്കുന്ന ഇടങ്ങളിലായിരിക്കാം. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ ആരുമില്ല, ഞങ്ങളൊന്നുമില്ലാത്തവരാ, വി ആർ നത്തിങ്. സിൻസിയറായിട്ട്, സത്യസന്ധമായിട്ട് നമ്മുടെ ബലഹീനതകളെ നമുക്ക് ഏറ്റുപറയാം. കുറവുകളെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് അതിൽ നിന്നൊക്കെ വിടുതൽ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് സഭയായിട്ട്, വ്യക്തികളായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പിന്തിരിഞ്ഞ് നോക്കാം. ഒരുപാട് നന്മകൾ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ടല്ലോ. നമ്മുടെ കുടുംബം, നമ്മുടെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അയൽപ്പക്കം, നമ്മുടെ സഭ, നമ്മൾ കടന്നു വന്ന വഴികൾ, അതിലെല്ലാം ദൈവത്തിന്റെ വലിയ കൃപയും കയ്യൊപ്പും ഉണ്ടായിരുന്നു. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പലപ്പോഴും നമ്മോട് കൂടെയുള്ള, നമ്മളെ മുൻപോട്ട് നയിക്കുന്ന, നടത്തുന്ന, നമ്മളെ കരം പിടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ പലപ്പോഴും തിരിച്ചറിയാൻ നമ്മൾ മറന്നുപോകുന്നു. അതുകൊണ്ട് ഈ സമയം, കർത്താവേ, ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ, ഞാൻ എവിടെയെങ്കിലും ഒക്കെ എത്തിയെങ്കിൽ
എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം നിന്റെ ദാനമാണ്, അങ്ങ് തന്നതാണ്. ആ വലിയ സമർപ്പണത്തോടെ വിനയത്തോടുകൂടെ നമുക്ക് ജീവിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ അലട്ടുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ടല്ലോ. നമ്മളൊക്കെ പുറമേയൊക്കെ വലിയ സ്മാർട്ടാണ്, വളരെ ബോൾഡാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. നമ്മളൊക്കെ വളരെ ഫ്രജൈലാണ്, നമ്മളൊക്കെ ദുർബലരാണ് എന്ന് മറ്റുള്ളവർ അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പകരം നമ്മളൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, ബോൾഡാണ്. നമുക്ക് ഭയമൊന്നുമില്ല. നമ്മൾ വളരെ ബലത്തോടു കൂടെ ജീവിക്കുന്നവരാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. പലപ്പോഴും നമ്മുടെ ബലഹീനതകൾ മറ്റുള്ളവർ അറിയുന്നത് നമുക്ക് വലിയ നാണക്കേടാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളായിരിക്കാം. ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളെ എന്ത് വിചാരിക്കുമെന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം നമ്മളൊക്കെ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ചോയ്സാണ്. പക്ഷെ ഗോഡ് നോസ് അസ്. ദൈവം നമ്മെ അറിയുന്നുണ്ട്. ദൈവം നമ്മുടെ ബലവും ബലഹീനതകളും കുറവുകളും ഒക്കെ അറിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിത അവസ്ഥകളെല്ലാം നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, നമ്മൾ നേരിടുന്ന കാര്യങ്ങൾ, നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ, അതെന്തായിരുന്നാലും വ്യക്തിപരമാകാം, കുടുംബപരമാകാം, റിലേഷൻഷിപ്പുകളിലുള്ളതാകാം. ഒരുപക്ഷെ ദൈവം നമ്മൾ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ പൂർത്തിയാക്കേണ്ട ചില ഉത്തരവാദിത്വങ്ങളാകാം, കമ്മിറ്റ്മെന്റ്സ് ആകാം. പല കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ കമ്മിറ്റ്മെന്റ്സുകൾ നിറവേറ്റാൻ പറ്റാത്തതിൻ്റെ ഇച്ഛാഭംഗങ്ങളൊക്കെ ആകാം. അതിൻ്റെ ദേഷ്യവും വെറുപ്പും അസ്വസ്ഥതയും ഒക്കെ ആകാം. ദൈവസന്നിധിയിൽ നമുക്ക് അതെല്ലാം സമർപ്പിക്കാം. കർത്താവേ, പലപ്പോഴും പല സ്ട്രെസ്സുകളും പല ക്രൈസിസുകളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ അറിവ്, എൻ്റെ അനുഭവം അതിനൊന്നും എന്നെ അങ്ങോട്ട് സഹായിക്കുന്നില്ല. ഐ ഫീൽ ഹെൽപ്ലെസ്. ഐ ഫീൽ സോ വൾണറബിൾ. ദൈവം അറിയുന്നുണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും. അതുകൊണ്ട് എല്ലാം നമുക്ക് സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, പ്രാർത്ഥനയോടുകൂടെ സമർപ്പിക്കാം. നേട്ടങ്ങൾക്കൊക്കെ എന്ത് ആയുസാണ്? ഒരായുസുമില്ല, നിമിഷങ്ങൾ മാത്രം. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ പ്രയാസങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ എന്നെ ബലപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ. സംഘർഷങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ ബലഹീനമായി പോകാതെ എന്നെ അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർക്കാം. ഒരുപാട് നന്മകൾ അനുഭവിച്ചവരാണ്. പരദേശികളായി പലയിടങ്ങളിൽ ഓടി നടന്നവർക്ക് ദൈവം ഒരു ആരാധനാലയം നൽകി. അല്പം ദൂരവും പ്രയാസങ്ങളും എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നന്മകളും ദൈവം നമുക്ക് നൽകി. അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയ്ക്കായി, ആരാധനാലയത്തിനായി, അവരുടെ ശുശ്രൂഷകൾക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ കൂട്ടങ്ങളും കൂട്ടായ്മകളും ആരാധനകളും ഒക്കെ നമ്മുടെ ആത്മീയമായ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടിവരവുകൾ, കൂട്ടായ്മകളൊക്കെ നമ്മുടെ ആത്മീയമായ വിശ്വാസത്തിന്റെ ശക്തീകരണത്തിന്, ബലപ്പെടുത്തലിന് മുഖാന്തരമാകണമെന്ന് പ്രാർത്ഥിക്കും. നമ്മളെയൊക്കെ നല്ല വിശ്വാസികളും നല്ല മനുഷ്യരുമൊക്കെ ആക്കി തീർക്കുവാൻ നമ്മുടെ സഭയിലൂടെ ദൈവം പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ ആരാധനകളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിവിധ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ ഒക്കെ നമുക്ക് ഓർക്കാം. അതിന്റെ ചുമതലപ്പെട്ടവരെ ഓർക്കാം. പ്രത്യേകിച്ച് സഭയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വരുന്ന ആഴ്ചകളിൽ നടക്കുന്ന പുതിയ വർഷങ്ങളിലേക്കുള്ള കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പുകളെ ഓർക്കാം.
അതെല്ലാം വളരെ ഭംഗിയായി നടത്തപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ സഭ ക്രിസ്തുവുള്ള ഒരു സഭയായി, ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന സഭയായി തീരുവാൻ ദൈവം ഒരുക്കണമേ, ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം. പഠിപ്പിക്കുന്ന അധ്യാപകരെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഓർക്കാം. വലിയ ഒരു ശുശ്രൂഷയാണ് ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഭംഗിയായി നിർവഹിപ്പാൻ ആ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണർന്ന് സഭയോട് ചേർന്ന് താല്പര്യത്തോടുകൂടെ പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഗായക സംഘത്തിന് വേണ്ടി, വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടി, ലേറ്റി ഫെലോഷിപ്പിന് വേണ്ടി, നമ്മുടെ എല്ലാ ഏരിയ പ്രയറുകൾക്ക് വേണ്ടി ഒക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ കൂട്ടായ്മകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സാറ്റലൈറ്റ് വർഷിപ്പിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെയുള്ള കുടുംബങ്ങളെ പ്രത്യേകം ഓർക്കാം. അവിടെയുള്ള കുടുംബങ്ങളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്കവിടെ പതിവായിട്ട് ആരാധന നടത്താനായിട്ടൊരു സ്ഥലം ആവശ്യമാണ്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കി തരണമേ. പ്രത്യേകിച്ച് ഹൈടെക് സിറ്റി, മിയാപൂർ, BHL ഏരിയയിൽ നമുക്ക് അനുയോജ്യമായ ഒരിടം ദൈവം ഒരുക്കി തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയില് സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാ നമ്മുടെ മാതാപിതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെ ദൈവം ഈ നാളുകളിലൊക്കെ നടത്തുന്നു. പലരും ശാരീരികമായ ക്ഷീണത്തിലാണ്, രോഗാവസ്ഥയിലൂടെ ഒക്കെ പലരും കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് അവരെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഡോക്ടർ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം പ്രിയദാസനോട് മനസ്സലിവ് തോന്നണമേ, കൂടുതൽ ബലം ഈ നാളുകളിലൊക്കെ ദൈവം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പുഷ്പയാന്റിക്ക് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് കുടുംബത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ദൈവം കുടുംബത്തെ ബലപ്പെടുത്തി മുൻപോട്ട് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കും. ജേക്കബ് അങ്കിളിന് വേണ്ടിയിട്ടും അന്നമ്മ ജേക്കബ് ആന്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. അവരെ കുടുംബമായി ദൈവം നടത്തണം. പ്രത്യേകിച്ച് അങ്കിളിന് വേണ്ട ആരോഗ്യവും ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. ശമലൂട്ടി അങ്കിളിന് വേണ്ടി, ലിസി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടുപേരും ശാരീരികമായ ബലഹീനതയിലും ക്ഷീണത്തിലുമൊക്കെ ആണല്ലോ. ദൈവം അവരെ കുടുംബമായി കാക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. സുശീൽ ആന്റിക്ക് വേണ്ടിയിട്ടും രഞ്ജിത്ത് അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ആന്റിക്കും ട്രീറ്റ്മെന്റ് തുടരുന്നുണ്ട്. ഒപ്പം കണ്ണിന്റെ കാഴ്ചയുടെ പ്രശ്നങ്ങളുണ്ട്. ആന്റിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അങ്കിളിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. ലില്ലി ആന്റിക്ക് വേണ്ടിയിട്ടും കുരുവിള അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ദൈവം അവരെ കുടുംബമായി നടത്തണമേ. അവരുടെ ജീവിത ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഫിലിപ്പ് അങ്കിളിന് വേണ്ടി, ചാച്ചമ്മ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അങ്കിളിനെ ഓർക്കാം. ശാരീരികമായ ബലഹീനതയിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ, ആരോഗ്യവും ബലവും കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓമന ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാലി അലക്സ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കമ്മ കോശി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. KC ചെറിയാൻ അങ്കിളിനെ പ്രാർത്ഥനയിൽ ഓർക്കാം. തോമസ് ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നാട്ടിലായിരിക്കുന്നല്ലോ. പ്രിയദാസന് വേണ്ട ആരോഗ്യവും ബലവും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ജെസി തോമസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കം എഡ്വിൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ജോൺ ആന്റി, അന്നമ്മ കോശി ആന്റി, അന്നമ്മ ഉമ്മൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാറാമ്മ കുര്യൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മേരി ജോൺ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മറിയാമ്മ എബ്രഹാം ആന്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ആന്റിയുടെയും കണ്ണിന്റെ കാഴ്ചയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആലീസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
ഈ പേര് പറഞ്ഞവരെ കൂടാതെ നമ്മുടെ അറിവിൽപ്പെട്ട ഏതെങ്കിലുമൊക്കെ തരത്തിൽ ശാരീരികമായ ബലഹീനതകൾ ഉള്ളവർ, പേര് വിട്ടുപോയവരുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് അവരെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. ചിലപ്പോൾ എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടുണ്ടാവില്ല, ആരെങ്കിലും തിരക്കിനിടയിൽ വിട്ടുപോയിട്ടുണ്ടാവും. എങ്കിലും നമ്മുടെ സഭയിൽ ഉള്ള ഒട്ടുമിക്ക പേരെയും നമ്മൾ ഓർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട ആശ്വാസവും സമാധാനവും ആരോഗ്യവും ദൈവകൃപയും ഒക്കെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരുടെ ശുശ്രൂഷയിലും കരുതലിലുമൊക്കെ ആയിരിക്കുന്നവരുണ്ട്, അവരെ പ്രത്യേകം ഓർക്കാം. ക്ഷമയോടുകൂടെ ശുശ്രൂഷകൾ ലഭിപ്പാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയിലെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. കൊച്ചു ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെ സ്കൂളുകളൊക്കെ ആരംഭിക്കുകയാണല്ലോ. കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം നടത്തണമേ. പുതിയ അധ്യയന വർഷത്തിൽ ദൈവം അവരെ നടത്തണമേ, ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളായി, അനുസരണമുള്ള കുഞ്ഞുങ്ങളായി, ക്രിസ്തീയ സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായി മുതിർന്നും വളർന്നും വരുവാൻ ദൈവം അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവർ പഠിക്കുന്ന സ്ഥാനങ്ങൾ, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ, അവർ ഇടപെട്ട് നിൽക്കുന്നവർ, അവരുടെ കൂട്ടുകെട്ടുകൾ എല്ലാം അനുഗ്രഹമാകണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. ദൈവം അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ വർഷം 11th പ്രവേശിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 12th പാസ്സായിട്ട് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. ഫസ്റ്റിന് വേണ്ടിയിട്ട്, നെയ്ത്തിന് വേണ്ടിയിട്ട്, അൽമിത്രയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളെ ദൈവം നടത്തണമേ, അവരുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അഡ്മിഷനൊക്കെ ലഭിപ്പാൻ ദൈവം കരുതണമേ എന്ന് പ്രാർത്ഥിക്കാം. ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. ഡിഗ്രിക്ക് പഠിക്കുന്നവർ, മാനേജ്മെന്റ്, ബിസിനസ്, IT കോഴ്സുകൾ പഠിക്കുന്നവരെ ഓർക്കാം. പല സ്ഥലങ്ങളിലും വിദേശത്തുമൊക്കെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർക്കാം. ദൈവം അവരെ ആശീർവദിക്കണമേ, അവരുടെ പഠനമൊക്കെ ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ സഹായിക്കണമേ എന്ന് ഈ സമയം നാളുകളൊക്കെ പഠനമൊക്കെ വലിയ ചെലവേറിയ കാര്യമാണ്. പല കുടുംബങ്ങളും അതിൻ്റെ വൈഷമ്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നമ്മുടെ സഭയിലുള്ളവർ മാത്രമല്ല, പുറത്തുള്ളവർ, നമ്മുടെ പരിചയത്തിലുള്ളവർ, അവരെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവരെല്ലാം ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വിവാഹപ്രായം, പ്രത്യേകിച്ച് പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. ജോലി ഇല്ലാത്തവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവം നല്ല ഉപജീവന മാർഗങ്ങളൊക്കെ അവർക്ക് നൽകി ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ചെറുപ്പക്കാരൊക്കെ പഠനമൊക്കെ കഴിഞ്ഞ് അവർക്കൊക്കെ ജോലി ആവശ്യമാണല്ലോ. ദൈവം വഴിയും വാതിലും തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തക്കതായ ജീവിത പങ്കാളികളെ ദൈവം ഒരുക്കി കൊടുക്കണമേ. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നൽകണമേ. മാതാപിതാക്കളുടെ ചുറ്റുപാടുകളുടെ നിർബന്ധങ്ങളൊന്നുമല്ല, അവരൊക്കെ പ്രാർത്ഥനയോടുകൂടി അതിനുവേണ്ടി ഒരുങ്ങി തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ കർത്താവ് അവരെ ഒരുക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിൽ പ്രായം കൂടി കുറഞ്ഞു എന്നുള്ളൊരു വ്യത്യാസങ്ങളൊന്നുമില്ല. ദൈവം തൻ്റെ സമയത്ത് അതിനുവേണ്ടി കുഞ്ഞുങ്ങളെ ഒരുക്കും. അതിനുവേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയതായിട്ട് ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. പുതിയ ചുമതലകളൊക്കെ നിർവഹിപ്പാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ യങ് കപ്പിൾസിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുടുംബജീവിതം ആരംഭിച്ച് ജോലിയിലൊക്കെ ആയി, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി, അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഇനീഷ്യൽ ഒരു ടൈമാണ്. ഒരുപാട് കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, മറന്നുപോകുന്ന പല കാര്യങ്ങൾ. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിപ്പാൻ ദൈവം അവരെ ഇടയാക്കണമേ ദൈവത്തോട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സന്തോഷകരമായ കുടുംബജീവിതം നയിപ്പാൻ, അവരുടെ ജോലി കാര്യങ്ങൾ അനുഗ്രഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഹൈദരാബാദിലുള്ള നമ്മുടെ എല്ലാ യങ് കപ്പിൾസിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. അവരുടെ ജോലി, അവരുടെ കുടുംബം എല്ലാം അനുഗ്രഹമാകണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെയൊക്കെ മക്കൾ പലരും പല സ്ഥലങ്ങളിൽ കുടുംബങ്ങളായിട്ട് പാർക്കുന്നുണ്ട്, ജോലിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കുന്നുണ്ട്. അവരെ
ദൈവമായിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലെല്ലാം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലി സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ നേരിടുന്നെങ്കിൽ അതിനൊക്കെ അതിജീവിപ്പാൻ ദൈവം അവർക്ക് വേണ്ട ബലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. നമുക്ക് 4-5 പേരുണ്ടല്ലോ, കൊച്ചു കുഞ്ഞുങ്ങൾ, വളർച്ചയുടെ ശൈശവ പ്രായത്തിലായിരിക്കുന്നവരെ ഓർക്കാൻ ദൈവം അവരുടെ വളർച്ചയിൽ കൂടെ ഇരിക്കണമേ. അവരെ പരിപാലിച്ച് വളർത്തുവാൻ മാതാപിതാക്കൾക്ക് വേണ്ട ജ്ഞാനവും വിവേകവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഇല്ലാതെ പ്രതീക്ഷയോടുകൂടെ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകം ഓർക്കാം. ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വൈദ്യശാസ്ത്രം ഒന്നുമല്ല, ദൈവത്തിന് സകലവും കഴിയും. ദൈവം മതിയായ ദൈവമാണ്. അതുകൊണ്ട് തലമുറകളെ നൽകി ദൈവം അവരെ അനുഗ്രഹിക്കണമേ. അതിനുവേണ്ടി പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ ദൈവം ആദരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവര് സങ്കടപ്പെടാതെ, നിരാശപ്പെടാതെ, ധൈര്യത്തോടുകൂടെ, ബലത്തോടുകൂടെ അവരുടെ തുടർന്നുള്ള ജീവിതത്തെ നേരിടുവാൻ, മുൻപോട്ട് നയിക്കുവാൻ ദൈവം അവരെ സഹായിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലെല്ലാം കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ തരത്തിൽ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഭവനമില്ലാത്തവർ, സ്വന്തമായിട്ട് ഭവനം വേണം, നാളുകളായി ഹൈദരാബാദിൽ വന്നു, ഇത്രയും കാലമായിട്ട് അധ്വാനിക്കുന്നു, ഇപ്പോഴും വാടക വീട്ടിലാണ്, ഒരു ഭവനം വേണം. ഇതൊരു ന്യായമായ ആഗ്രഹമാണ്. ന്യായമായ ആഗ്രഹം. അതില് എന്താണ് അതില് അത്യാർത്ഥി? എന്താണ് അതില് അനീതി? നമ്മുടെ സഭയിൽ എല്ലാവർക്കും സ്വന്തമായിട്ട് ഭവനങ്ങൾ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ദൈവം ഭവനങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കും. വാഹനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഒരു 2 വീലർ പോലും ഇല്ലാത്തവരുണ്ട്. ദീർഘനാളുകളായിട്ട് 2 വീലറിലൊക്കെ സഞ്ചരിച്ച് ദീർഘദൂരം സഞ്ചരിച്ച് പള്ളിയിലൊക്കെ വരുന്നവരുണ്ട്. ഈ നാളുകളിൽ ഒരു 4 വീലർ ഒരു ആഡംബരമൊന്നുമല്ല, ആഗ്രഹം ഒരു അത്യാർത്ഥിയൊന്നുമല്ല. വാഹനങ്ങളില്ലാത്തവർക്ക് ദൈവം വാഹനങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനുള്ള അവസരം, സാഹചര്യങ്ങളൊക്കെ ദൈവം അവർക്ക് ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം വല്ലാത്തൊരു നടുക്കത്തിലൂടെ കടന്നു പോവുകയാണ്. അഹമ്മദാബാദിലുണ്ടായ പ്ലെയിൻ ക്രാഷ് ഏകദേശം 300 പേരോളം ആണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ വളർന്ന ഒരു കാലം, ഭൂമിയും കടലും ആകാശവും ഒക്കെ നമുക്ക് സുരക്ഷിതമാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലം, പ്രത്യേകിച്ച് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. വലിയ പ്രതീക്ഷയോടുകൂടെ വിദേശ നാട്ടിലേക്ക് ഇറങ്ങിത്തിരിച്ചവരാണ്. ആ കുടുംബങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിലും ഒരു സഹോദരി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുഞ്ഞുങ്ങളെ പുലർത്തുവാൻ, മാതാപിതാക്കൾക്ക് തണലാകാൻ വേണ്ടിയിട്ട് തിരക്ക് പിടിച്ച് ഓടി വന്ന് മടങ്ങിപ്പോകുന്ന വഴിയാണ്. അങ്ങനെ എത്ര പേർ. ഓർക്കുമ്പോൾ സങ്കടമാണ്. ആ കുടുംബങ്ങളെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ചില ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് യാതൊരു ഉത്തരവുമില്ല. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദയ ഈ ദുഃഖങ്ങളിലായിരിക്കുന്ന പ്രിയ കുടുംബങ്ങളുടെ മേൽ, പ്രിയപ്പെട്ടവരുടെ മേൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കും. അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള തുടർന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടത്തപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ലോകമെമ്പാടുമുള്ള ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു.
നമ്മൾ അടുത്തിടെയൊക്കെ വായിച്ചു, കേരളത്തിൽ കഴിഞ്ഞ അടുപ്പിച്ച് അറബിക്കടലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാതക ചോർച്ചകൾ, അത് നമ്മുടെ എക്കോസിസ്റ്റത്തെ, നമ്മുടെ പ്രകൃതിയെ, കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ എത്രത്തോളം അപകടകരമായി ബാധിക്കുന്നുണ്ട്. മനുഷ്യന്റെ അശ്രദ്ധയാണ്, അതല്ലെങ്കിൽ അമിതമായി സമ്പാദിക്കാനുള്ള ആർത്തിയാണ് പ്രകൃതിക്കുണ്ടാക്കുന്ന വലിയ 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 ആഘാതങ്ങൾ. നമ്മൾ മനുഷ്യർ പ്രകൃതിക്ക് ഏൽപ്പിക്കുന്ന പരിക്കുകൾ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. യുദ്ധങ്ങൾ, പുതിയ ഇസ്രായേൽ വീണ്ടും ഇറാനെ ആക്രമിക്കുന്നു. ലോക മനസാക്ഷി മുഴുവൻ നിശബ്ദത. യുദ്ധങ്ങൾ പോലും ആഘോഷിക്കുന്ന, അതിൽ സന്തോഷിക്കുന്നവർ. മരണമാണ്. ഒരു വിമാന ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ സങ്കടപ്പെടുന്നെങ്കിൽ നോക്കൂ, അതുപോലെ മിസൈലുകളൊക്കെ ഇട്ട് ആളുകളെ കൊല്ലുന്നത്, അവിടെയുള്ളത് മനുഷ്യജീവിതങ്ങളല്ലേ. നമുക്ക് നമ്മുടെ ദേശത്തിന്റെ, ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങളൊക്കെ ഇല്ലാതായി മനുഷ്യരൊക്കെ സ്നേഹത്തിൽ, സമാധാനത്തിൽ, സഹവർത്തിത്വത്തിൽ, പരസ്പര ബഹുമാനത്തിൽ ജീവിക്കുന്ന ഒരു കാലം ഉണ്ടാകണം. ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ന്യൂനപക്ഷങ്ങളെയും ഓർക്കാം. ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ സഭകൾ, സഭാമക്കൾ, വിശ്വാസികൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. സഭ നിശബ്ദമാണ്. മിഷണറി പ്രവർത്തനങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. സഭയുടെ ആകമാനമായ ആത്മീയ സൗഖ്യത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുകളിൽ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ഭാരത്തിലും വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്ന നമ്മുടെ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരെ ഓർക്കാം. ആവശ്യപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അർഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ചുറ്റുപാടുകളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുക. നമ്മുടെ ആവശ്യങ്ങളെ ഭരമേൽപ്പിക്കുക. എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അഞ്ജു നിശാന്ത് പ്രാർത്ഥനയിൽ നമ്മളെ നയിക്കും. കേൾക്കാമോ അച്ഛാ? കേൾക്കാം. യെസ്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല സ്വർഗീയ നല്ല പിതാവേ, ഈ രാവിലെ കർത്താവെ, നല്ലൊരു പ്രഭാതത്തിലെ കർത്താവെ, ഞങ്ങളുടെ ദൈവമക്കളോട് ഒരുമിച്ച് കർത്താവെ, എൻ്റെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ദൈവം ഒരുക്കി തന്ന എല്ലാ നന്മയ്ക്കുമായി എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളൊന്നുമില്ല നാഥ, ഞങ്ങളൊന്നുമില്ല കർത്താവെ. അങ്ങ് ചെയ്തു തരുന്ന നന്മയല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രശംസിപ്പാനായില്ല ദൈവമേ. കർത്താവെ, ഈ ഒരു ദിവസം കർത്താവെ, ഈ പ്രാർത്ഥനയിൽ കടന്നു വന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ തന്ന ഈ നല്ല അവസരം കർത്താവെ, എൻ്റെ ദൈവമേ, അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നാഥാ കർത്താവെ, പ്രാർത്ഥനയ്ക്ക് കടന്നു വരാതെ വണ്ണം കർത്താവെ, ഓരോരുത്തരും കർത്താവെ പലവിധമാകുന്ന ജോലി കാര്യങ്ങളിലൊക്കെയും കടന്നു പോയിരിക്കുന്നവരുണ്ട് കർത്താവെ. അവരെയൊക്കെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരേത് മേഖലയിലായിരുന്നാലും കർത്താവിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദിവസങ്ങളിലൊക്കെയും കർത്താവെ, അനേകം ദുരന്തങ്ങൾ കർത്താവെ, അപകട വാർത്തകളെ, യുദ്ധങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവെ, ഞങ്ങളായിരുന്ന ഓരോ സ്ഥാനങ്ങളിൽ എൻ്റെ കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ച് കർത്താവെ വഴി നടത്തിയ, ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം നൽകി തന്ന കർത്താവെ, ആയുസ്സോടെ ആരോഗ്യത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം തന്ന ഈ അവസരത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥ കർത്താവെ. ഞങ്ങൾ സന്തോഷമായി ആരാധിപ്പാൻ എൻ്റെ ദൈവം നൽകി തന്നിരിക്കുന്ന ആലയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. കടന്നു വരുന്ന ഞങ്ങൾ ഓരോ കുടുംബങ്ങളും കർത്താവെ, ആലയത്തിൽ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിപ്പാന്, അന്യോന്യം സ്നേഹിപ്പാന് കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നവരായല്ല എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ ആയിരിക്കുന്നത് എപ്രകാരമെന്ന് മനസ്സിലാക്കി കർത്താവെ, അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ
ഓരോരുത്തരെയും കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ കർത്താവെ. ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവെ, ഞങ്ങളെ ഉപദേശിച്ച് കർത്താവിന്റെ വഴിയിലെ പാതയിൽ നടത്തുന്ന കർത്താവെ, അച്ഛനെയും കൊച്ചമ്മയും കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അവരുടെ ഓരോ വേലകളും കർത്താവെ, അവരെ കർത്താവെ അനുഗ്രഹമാക്കി തീർക്കുമാറാകണം. എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം ദൈവഇടയാക്കണം കർത്താവെ. കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. മോൾക്ക് കർത്താവെ അഡ്മിഷനൊക്കെ നൽകി കൊടുത്ത് കർത്താവെ അറിയുവാൻ ഇടയായി ദൈവമേ കർത്താവെ. കുഞ്ഞ് കടന്നു പോകുന്ന കോളേജില് കർത്താവെ ആയിരിക്കുന്ന സ്ഥാനങ്ങളില് ദൈവം അവളോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജീവിതത്തില് നല്ല ഭാവി ജീവിതമുള്ളവരായി തീരുവാൻ, ദൈവത്തെ കർത്താവെ മുറുകെ പിടിക്കുവാൻ കർത്താവെ, മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി കർത്താവെ, മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയിലെ ഓരോ കുടുംബത്തെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരും കർത്താവെ, ഞങ്ങളൊക്കെ ജീവിതത്തിലെ പല ആവശ്യങ്ങള്, പല കർത്താവെ ബുദ്ധിമുട്ടുകള്, ഭാരങ്ങള്, പ്രയാസങ്ങള്, സമാധാനക്കേടുകളൊക്കെ അനുഭവിക്കുന്നവരൊക്കെയും ഉണ്ട് കർത്താവെ. ഞങ്ങൾ അറിയുന്നില്ല, നാല് സകലതും അറിയുന്ന എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചന് കർത്താവെ എല്ലാ വ്യക്തി ജീവിതങ്ങളോടും കൂടെ ഇരിക്കണം. അവരുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകാല കർത്താവെ, ശാരീരിക ബുദ്ധിമുട്ടുകളാല് ഭാരപ്പെടുന്ന കർത്താവെ, വാർദ്ധക്യത്താല് ഭാരപ്പെടുന്നവര് കർത്താവെ ഞങ്ങളുടെ സഭയിലുണ്ട് കർത്താവെ. അച്ഛൻ പറഞ്ഞ പേരെടുത്ത് പറഞ്ഞ എല്ലാ വ്യക്തി ജീവിതങ്ങളെയും കർത്താവെ എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവം കർത്താവെ അവരുടെ കർത്താവെ ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകളിലെല്ലാം ദൈവകൃപ കൂടെ ഇരിക്കണം കർത്താവെ. കർത്താവെ രോഗങ്ങൾക്ക് കർത്താവെ സകലത്തിനും കർത്താവെ രോഗങ്ങൾക്ക് സൗഖ്യദായകനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒന്നായി പ്രാർത്ഥിക്കുന്ന ഈ സമയം കർത്താവെ, എൻ്റെ ദൈവത്തിന്റെ കരം തൊട്ട് കർത്താവെ രോഗികളായി ഭാരപ്പെടുന്നവരെ എൻ്റെ ദൈവം സൗഖ്യമാക്കുമാറാകണമേ കർത്താവെ. എൻ്റെ കർത്താവ് അനേകായിരങ്ങളെ സൗഖ്യമാക്കിയ ദൈവം എന്ന് കർത്താവെ ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നാഥ. കർത്താവെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവകൃപ അവരോട് കൂടെ ഇരിക്കണം കർത്താവെ. എൻ്റെ ദൈവമേ കർത്താവെ, ദൈവസന്നിധിയിൽ കർത്താവിന് കൊള്ളാവുന്നവരായി ജീവിപ്പാന് കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ സഭയിലെ കമ്മിറ്റി അംഗത്തെ കമ്മിറ്റിയെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കർത്താവെ, അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ വേലകളും കർത്താവെ അത് മനസ്സിലാക്കി കർത്താവിനായി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകി കൊടുക്കണമേ കർത്താവെ. പുതിയതായി തെരഞ്ഞെടുപ്പുകളൊക്കെയും വരുന്ന കർത്താവെ, ദൈവമേ അങ്ങയുടെ ഹിതം മാത്രം നിറവേറുവാൻ എൻ്റെ ദൈവം ഇടയാക്കണം. നല്ല കർത്താവെ, ദൈവമേ കർത്താവിന് കർത്താവെ ഹല്ലേലൂയ, എൻ്റെ ദൈവം ഇഷ്ടപ്പെടുന്ന പോലെ പ്രവർത്തിക്കുവാൻ തക്കതായ വ്യക്തികളെ ദൈവം ഞങ്ങളുടെ സഭയിൽ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാം കർത്താവെ ദൈവനാമ മഹത്വത്തിനായി ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവെ, അവരെ ദൈവവചനം പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരെയും കർത്താവെ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവത്തിന്റെ വചനം കുഞ്ഞുങ്ങളിലേക്ക് കർത്താവെ പകർന്നു കൊടുക്കുവാന് എൻ്റെ ദൈവം അവർക്ക് കൃപ കൊടുക്കണം കർത്താവെ. ആത്മാവിനാൽ എൻ്റെ ദൈവം അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ കുഞ്ഞുങ്ങളും വചനം പഠിച്ച് കർത്താവെ ലോകത്തിനുള്ളവരായി തീരാതെ കർത്താവെ അങ്ങയുടെ കർത്താവെ രാജ്യത്തിനുള്ളവരായി, മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി കർത്താവെ എൻ്റെ ദൈവത്തിന് മുൻപില് കർത്താവെ അവര് കർത്താവെ സത്യസന്ധതയോടെ ജീവിച്ച് വളരുവാൻ, നല്ല ഭാവി ജീവിതമുള്ളവരായി തീരുവാൻ എൻ്റെ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയിലെ എല്ലാ കർത്താവെ ഓരോ കൂട്ടങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഗായക സംഘത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. വുമൺ ഫെലോഷിപ്പിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്ന ദൈവമേ കർത്താവെ. അങ്ങനെ കർത്താവെ സഭയിലുള്ള എല്ലാ കർത്താവെ ഫെലോഷിപ്പുകളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥ. കർത്താവ് എല്ലാം കർത്താവിന് വചനത്തിലെ കർത്താവ് ഉറച്ചു നിന്ന് എല്ലാം ഭംഗിയായുധമായും ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കർത്താവ് എല്ലാവരെയും എൻ്റെ ദൈവം ബലപ്പെടുത്തണമേ കർത്താവെ. ദൈവമേ കർത്താവെ, ഞങ്ങളുടെ കർത്താവെ അങ്ങയുടെ വേലയിലെ പല സ്ഥലങ്ങളിലായിരിക്കുന്ന
മിഷണറിമാരൊക്കെ ഉണ്ട് കർത്താവെ. അവരുടെ വേലകളെല്ലാം ദൈവം അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവത്തിന്റെ വചനം കർത്താവെ അറിയിക്കുന്നതിൽ കർത്താവെ പലരും ഉപദ്രവിക്കപ്പെടുന്നവരുണ്ട്, പലവിധമാകുന്ന പ്രയാസങ്ങളാൽ നേരിടുന്നവരൊക്കെയും കർത്താവെ ഞങ്ങളുടെ രാജ്യത്തിലെ കർത്താവെ, ഞങ്ങളുടെ ദേശങ്ങളിലൊക്കെയും ഉണ്ട് കർത്താവെ. അവരെയൊക്കെയും ദൈവമേ അങ്ങയുടെ കരങ്ങളില് അങ്ങ് വഹിക്കുമാറാകണമേ കർത്താവെ. രാജ്യമെമ്പാടും എൻ്റെ കർത്താവിന്റെ വചനം എത്തുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യുദ്ധങ്ങള് ക്ഷാമങ്ങൾ നടക്കുന്ന രാജ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. എല്ലാം എൻ്റെ കർത്താവെ, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ കർത്താവെ. എന്നാലും മനുഷ്യനായി ജീവിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു മനസ്സ് കർത്താവെ അതെല്ലാവർക്കും നൽകി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയിലെ നടത്തിപ്പുകാരെ കർത്താവെ, ഉയരങ്ങളിലെ കർത്താവെ, പല കർത്താവെ പൊസിഷനുകളിലായിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ ദൈവം അവരുടെ വേലകളെ കർത്താവെ അനുഗ്രഹമാക്കണമേ കർത്താവെ. ഞങ്ങളുടെ സഭയിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ, 10th കർത്താവെ +2 ഒക്കെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. എൻ്റെ ദൈവത്തിന് ജ്ഞാനം, അറിവ് കർത്താവെ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ കർത്താവെ. എൻ്റെ ദൈവമേ നന്നായി പഠിച്ച് കർത്താവെ ഓരോ മേഖലകളിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ എൻ്റെ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പുതിയ അഡ്മിഷൻ എടുത്ത് കർത്താവെ പല കോളേജുകളിലൊക്കെ പല ദേശങ്ങളിലേക്ക് പഠിക്കുവാൻ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളൊക്കെയും ഉണ്ട് കർത്താവെ. അവരോടൊക്കെ എൻ്റെ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണം കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാല് കുഞ്ഞുങ്ങളെല്ലാം വഴി നടത്തണം കർത്താവ്. ഒരു പഠിക്കുന്ന ഓരോ കോളേജുകളിലും എൻ്റെ ദൈവത്തെ അറിയുന്നവരും അറിയാത്തവരും തമ്മിലുള്ള വ്യത്യാസം കർത്താവെ അത് വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം കർത്താവെ അവരെ കരങ്ങളിൽ എടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി മാതാപിതാക്കൾക്ക് കൊള്ളാവുന്നവരായി കർത്താവിന് കൊള്ളാവുന്നവരായി കർത്താവെ അവരെല്ലാം വളർന്നു വരുവാൻ തക്കവണ്ണം ദൈവം കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജോലിക്കായി പല വിദേശങ്ങളിൽ കടന്നു പോയിരിക്കുന്നവരുണ്ട് കർത്താവെ. എൻ്റെ ദൈവമേ അവരൊക്കെ ആ ദേശങ്ങളിൽ പലവിധമാകുന്ന പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ജോലിയൊക്കെയും കർത്താവെ വിസയുടെ കാര്യങ്ങളിലൊക്കെയും കർത്താവെ ഭാരപ്പെടുന്നവരുണ്ട്. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ മക്കൾ ആരും കർത്താവെ പോയി ഒരു ദേശത്തും പോയി അവരാരും കഷ്ടപ്പെട്ട് കർത്താവെ ദുഃഖത്തിലായിരിക്കുവാൻ എൻ്റെ ദൈവം ഇടയാക്കരുത്. കർത്താവിന്റെ കര അവരോടെല്ലാം കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ല ജോലിയിൽ കർത്താവെ, നല്ല ജോലിയിൽ പ്രവേശിച്ച് കർത്താവെ എൻ്റെ ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിപ്പാൻ എൻ്റെ ദൈവം ഇടയാക്കണം. പുതിയതായി ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അവരാ ചെയ്യേണ്ട ജോലികളെല്ലാം കർത്താവെ കൃത്യമായി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിക്കണം. ദൈവത്തിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. എൻ്റെ ദൈവമേ, ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരെയൊക്കെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്ന കർത്താവെ. ഞങ്ങളൊക്കെ വന്ന് കർത്താവെ ദേശത്ത് ജോലി ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, വാടക വീടുകളിലെ കർത്താവെ ഞങ്ങളെല്ലാം പാർക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് കർത്താവെ. എൻ്റെ ദൈവത്തിന്റെ കൃപ ദൈവമേ അങ്ങയുടെ സമയത്ത് കർത്താവെ അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വാഹനങ്ങളില്ലാതെ കർത്താവെ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളൊക്കെ ഉണ്ട് കർത്താവെ. എൻ്റെ ദൈവം തക്ക സമയത്ത് അവർക്കൊക്കെയും കർത്താവിനെ ആരാധിക്കുവാൻ കടന്നു പോകുമ്പോഴൊക്കെയും കർത്താവെ അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന് കർത്താവെ പല ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ട് കർത്താവെ. എന്നാൽ എൻ്റെ ദൈവം കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾക്കായി കരുതുന്നത് എന്തെന്ന് ഞങ്ങൾ അറിയുന്നില്ല കർത്താവെ. എന്നാലും ഞങ്ങൾക്കായി കരുതുന്ന ഒരു ദൈവം സ്വർഗത്തിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. ഇത്രത്തോളം സമയം കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കാന് ദൈവം ഒരുക്കി തന്ന ഈ സമയത്തിനായി ഒരു പ്രാവശ്യം കൂടി നന്ദി പറയുന്നു നാഥ. കടന്നു വന്നിരിക്കുന്ന എല്ലാ മനുഷ്യരെ കർത്താവെ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. അല്പസമയം ഞങ്ങൾ വചനം കേൾക്കുമ്പോൾ കർത്താവെ കേൾക്കുന്ന വചനം കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിപ്പാന് കർത്താവിന്റെ വചനം കേട്ട് കർത്താവെ എൻ്റെ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിപ്പാന് എൻ്റെ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത്രത്തോളം സമയമായിരിക്കാൻ ദൈവം നൽകി തന്ന സമയത്തിനായി സ്തോത്രം കർത്താവെ. പ്രാർത്ഥിക്കാൻ വിട്ടുപോയ എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥ. അല്പസമയം കൂടി ദൈവപാദപീഠത്തിൽ ഇരിക്കട്ടെ നാഥ. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. എല്ലാ യേശുപ്പച്ചന്റെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു നല്ല പിതാവേ. പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ പകൽക്കാലം നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് അല്പം എനിക്ക് കോൾഡിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തൊണ്ടയ്ക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമുക്കിന്ന് ഒരുമിച്ച് കൂടുവാനായിട്ട് ദൈവം സഹായിച്ചതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിങ്ങളൊക്കെ അറിയുന്നത് പോലെ കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ ഡോക്ടറൽ തീസിസിൻ്റെ വൈവ ഓറൽ ഡിഫൻസ് ഉച്ചയ്ക്ക് കഴിഞ്ഞു. 3 മണിക്കായിരുന്നു. അപ്പോഴും ശാരീരികമായ നല്ല സുഖമില്ലാതെ പനിയും ചുമയോടുകൂടിയൊക്കെയാണ് അതിൽ പങ്കെടുത്തത്. ദൈവം അനുഗ്രഹപ്രദമായി അത് നടന്നു. ഞാൻ എൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 1.5 വർഷം കഴിഞ്ഞാണ് എന്നെ വൈവയ്ക്ക് വിളിക്കുന്നത്. ഞങ്ങൾക്ക് കുടുംബമായിട്ട് വലിയ ആശങ്ക അതിനെക്കുറിച്ചുണ്ടായിരുന്നു, എൻ്റെ ഗൈഡിന് ഉൾപ്പെടെ. സാധാരണ ഒരു 4 മാസം അല്ലെങ്കിൽ 6 മാസം അത്രയും സമയമാണ് യൂണിവേഴ്സിറ്റി സാധാരണ എടുക്കുന്നത്. പക്ഷേ എൻ്റെ കാര്യം വളരെ യുണീക്കായി. അത് എൻ്റെ ഒരു പ്രത്യേകതയാണ്. ഐ ആം ഓൾവേസ് ലേറ്റ് പല കാര്യങ്ങളിൽ. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഡോക്ടർ ഞങ്ങളുടെ ഡിവിഷനിൽ ബാച്ചിൽ ഉണ്ടായിരുന്നവരിൽ ഞാനായിരുന്നു വലിയ പച്ചൻ. അവർ പലരും എന്നെ അങ്കിൾ എന്നാണ് വിളിച്ചത്. കാരണം എനിക്ക് സഭ പഠിക്കാനുള്ള പെർമിഷൻ തരുമ്പോൾ എനിക്ക് അത്രയും പ്രായമായി. എൻ്റെ MTH കഴിഞ്ഞ് 9 വർഷം കഴിഞ്ഞാണ് സഭ എന്നെ പഠിക്കാൻ വിടുന്നത്. 4.5 വർഷം കൊണ്ട് ഞാൻ എൻ്റെ ഡെസർട്ടേഷൻ സബ്മിറ്റ് ചെയ്തു. പക്ഷേ ഏറ്റവും വലിയ അനുഗ്രഹം അതിനകത്ത് നമ്മൾ പരാതിയല്ല, എന്ത് പരാതിയാണ്, എൻ്റെ റിസർച്ച് ഒരു കറക്ഷനും കൂടാതെ, ഒരു റിവിഷനും കൂടാതെ, ഒരു റീവർക്കും കൂടാതെ അത് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതൊരു സന്തോഷം. അതെൻ്റെ പാനലിലുണ്ടായിരുന്ന അധ്യാപകരും സെനറ്റും മുഴുവൻ അഭിപ്രായപ്പെട്ടത് അത് തന്നെയാണ്. സോ ഇറ്റ് വാസ് നോട്ട് ഡിലേഡ്. പക്ഷേ ദേ ഹാവ് അക്സെപ്റ്റഡ് മൈ തീസിസ് ആസ് ഇറ്റ് ഈസ്. അതിന് വീണ്ടും ചില ടെക്നിക്കൽ എറേഴ്സ് ഉണ്ട്, പ്രിന്റിംഗ് എറേഴ്സ് ഉണ്ട്. അതെല്ലാം റെക്ടിഫൈ ചെയ്ത് 1 മാസത്തിനകം വീണ്ടും യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണം. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാവും എൻ്റെ കോൺവൊക്കേഷൻ നടക്കുക. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും, ചില കാര്യങ്ങളൊക്കെ അച്ഛൻ നേരത്തെ പറയത്തില്ല, നേരത്തെ അറിഞ്ഞാലും അച്ഛൻ സമയമാകുമ്പോഴാണ് പറയുന്നത്. അതൊരു അനുഭവമാണ്, വേറൊന്നും കൊണ്ടല്ല. നേരത്തെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ പിന്നെ അത് നടന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമാണ്. അതുകൊണ്ടാണ് എൻ്റെ വൈവാടെ കാര്യവും മോളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ അതിൻ്റെ പറയേണ്ട സമയത്ത് ലാസ്റ്റ് മൊമെന്റിൽ പറഞ്ഞത്. സത്യത്തിൽ വൈവ കഴിഞ്ഞ് എല്ലാവരെയും ഒക്കെ പറഞ്ഞു ന്യൂസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും, ഞാനും നിഷയും കിടപ്പിലായതാണ്. മോളാണ് ഞങ്ങളെ വ്യാഴാഴ്ച ദിവസം മുഴുവൻ ശുശ്രൂഷിച്ചത്. അവള് ബുധനാഴ്ച അവൾക്കും പനി പിടിച്ചു, വൈറലായിരുന്നു തോന്നുന്നു. അവള് കിടപ്പിലായി. അവൾക്ക് ഇപ്പോഴും പനിയും ചുമയുണ്ട്. ഇന്നലെ തൊട്ട് മോനും പനിയായി. ഞങ്ങൾ നാളെ മുംബൈക്ക് മോളെ ഹോസ്റ്റലിലാക്കാനും കോളേജ് ചേർക്കാനും ഒക്കെ ആയിട്ട് പോകാനിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ ചില കാര്യങ്ങളൊക്കെ അച്ചീവ്മെന്റ് എന്നൊക്കെയാണ് പല എൻ്റെ സുഹൃത്തുക്കളും പറഞ്ഞത്. വാട്ട് ഈസ് ദെയർ ടു അച്ചീവ്? ഇത് നേട്ടങ്ങളൊന്നുമില്ല, വിജയങ്ങളും ഇല്ല. കാരണം ഞാൻ ഈ ഓട്ടത്തിനിടയിൽ ആരെയും തോപ്പിച്ചില്ല, കാരണം ആർക്കും കോട്ടങ്ങളും ഉണ്ടാക്കിയില്ല. വിജയം എന്നൊക്കെ പറയുന്നത് അതാണ്, ആരുടെയും കണ്ണുനീർ വീഴ്ത്താതെ നമ്മൾ എത്തിച്ചേരുന്ന ഒരു അനുഭവത്തിനാണ് വിജയം എന്നൊക്കെ പറയുന്നത്. നേട്ടമല്ല എന്ന് തന്നെ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു. അതൊരു മൊമെന്ററി മാത്രമാണ്. ഞാൻ വലിയ എക്സൈറ്റഡ് അല്ല, ഒന്നിലും എക്സൈറ്റ്മെന്റ് ഇല്ല.
അതൊരു ഫുൾഫിൽമെന്റ് ആയിരുന്നു, ഒരു 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 മൈൽ സ്റ്റോൺ. അത് ഓടിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഓട്ടം നമ്മൾ ഓടുകയാണ്. അതൊരു മൈൽ സ്റ്റോൺ. സോ ദർ വിൽ ബി മൈൽ സ്റ്റോൺസ് ഇൻ അവർ ലൈഫ് ജേർണി. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും, നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും പ്രത്യേകം നന്ദി. ഒരുപാട് പേര് വളരെ ഹൃദയംഗമായി ആശംസകൾ അറിയിച്ചു, മെസ്സേജ് അറിയിച്ചു. ചിലരൊക്കെ വിളിച്ച്, ചിലർ ഫോൺ അധികം എടുത്തില്ല, ഞാൻ പറഞ്ഞല്ലോ ഉച്ചക്കാലം. സോ അതുകൊണ്ട് വളരെ സന്തോഷം. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും പിന്തുണയ്ക്കും പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് പേർ അഭിനന്ദിച്ചു, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ. ഇതൊരു ഹൈപ്പാണ്, വിച്ച് ഈസ് നോട്ട് നെസസറി അറ്റ് ഓൾ. ഫസ്റ്റ് ഓഫ് ഓൾ, ദൈവത്തിന്റെ വലിയ കൃപയ്ക്ക്, കരുണയ്ക്ക് പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. നാളെ മോളുമായി ഞങ്ങൾ മുംബൈക്ക് അവളുടെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട് പോവുകയാണ്. ഞങ്ങളുടെ യാത്രയും കാര്യങ്ങളും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ 22 നമ്മുടെ സഭയുടെ ഇലക്ഷൻ നടക്കും. അതും വളരെ സന്തോഷകരമായി ക്രമീകൃതമായിട്ടൊക്കെ നടക്കാൻ പ്രത്യേകമായിട്ട് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന ആവശ്യപ്പെടും. അഹമ്മദാബാദിൽ ഉണ്ടായിട്ടുള്ള വിമാനാപകടം നമ്മളെല്ലാം വിഷമിപ്പിക്കുന്നതാണ്. ഒട്ടും നിലച്ചിരിക്കാതെയുള്ള ഒരു നടുക്കം. ആ കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് പ്രാർത്ഥന. നമുക്കറിയാം, ഒരു മലയാളി പെൺകുട്ടിയും 40 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മലയാളി പെൺകുട്ടിയും അതിനകത്ത് പെട്ടുപോയി. ഒരാൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഇതൊക്കെ ഒരു വലിയ അത്ഭുതമാണ്. അതിനെക്കുറിച്ച് ഒട്ടും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്നില്ല. പുറത്തുള്ളവർ ഒരുപാട് പേർ മരിച്ചു പോയിട്ടുണ്ട് ഈ ഫ്ലൈറ്റ് വീണത്. അപ്പോഴാണ് അകത്ത് ഇരുന്ന ഒരാൾ എങ്ങനെയോ പുറത്തെറിച്ച് വീണ് അദ്ദേഹം രക്ഷപ്പെടും. ഒരാൾ രക്ഷപ്പെടും. അതൊക്കെ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യന്റെ ഫീലിംഗ് എന്തായിരിക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. കൂടെയുള്ളവരെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഒരാൾ മാത്രം ജീവിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ അത് തന്നെ മനുഷ്യനെ വല്ലാതെ സ്ട്രെസ്ഫുൾ ആക്കും എന്നാണ് എൻ്റെ ചിന്ത. നമുക്കൊക്കെ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ചിലപ്പോൾ വിൽ ഗെറ്റ് മാഡ് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ്. അദ്ദേഹം സുഖപ്പെടട്ടെ. ചികിത്സയിലായിരിക്കുന്നവരൊക്കെ സുഖപ്പെടട്ടെ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുള്ള ആകസ്മികമായ അപകടത്തിലുള്ള മരണത്തിൽ ദുഃഖത്തിൽ ഇരിക്കുന്ന കുടുംബങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഈ ക്രൈസിസ് ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇടയാക്കപ്പെട്ടവർ കൂടുതൽ വിഷമിക്കുവാനായിട്ട് ഇടയാകാതിരിക്കട്ടെ. ഇത് മറ്റൊരു തരത്തിലുമുള്ള സാമൂഹികമായ ധ്രുവീകരണത്തിനും ഇടയാകാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ദൈവം അവരെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു തുടങ്ങിയത്. കർത്താവായ യേശുക്രിസ്തു പുനരുത്ഥാനത്തിന് ശേഷം രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്തെക്കുറിച്ച്. ആദ്യം യേശു കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് തന്നെ മരണത്തിന് ശേഷം തന്നെ അടക്കം ചെയ്ത കല്ലറയുടെ പരിസരത്ത് വെച്ച് യേശു കർത്താവ് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷമാകും. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ ആഴ്ചകളായിട്ട് വിശദമായിട്ട് പഠിച്ചു. രണ്ടാമത് കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് ഒരു വീടിന്റെ അകത്താണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, വീട്. യേശു പ്രത്യക്ഷപ്പെടുന്ന രണ്ടാമത്തെ ഇടം. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തില്, സഭാ ജീവിതത്തിലൊക്കെ വീട് വളരെ പ്രധാനപ്പെട്ടതാണ്. വീടിന് വളരെ ഗൗരവമേറിയ പ്രാധാന്യമുണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ. അതായത് ദേവാലയവുമായി ബന്ധപ്പെട്ടും, കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടും, പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ടും, അൽത്താരയുമായി ബന്ധപ്പെട്ടും, കുർബാനയുമായി ബന്ധപ്പെട്ടും മാത്രമൊന്നുമല്ല നമ്മുടെയൊക്കെ വിശ്വാസവും നമ്മുടെ ആത്മീയതവും ജീവിതവും ഒക്കെ. കാരണം നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ചരിത്രത്തിൽ, ക്രൈസ്തവ സാക്ഷ്യത്തിൽ കുടുംബങ്ങൾക്ക്, വീടുകൾക്ക് വളരെ പ്രധാനപ്പെട്ട, നമുക്കറിയാം നമ്മുടെയൊക്കെ ആദിമ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ആരാധനകളൊക്കെ ആരംഭിച്ചത് വീടുകൾക്കുള്ളിലാണ്. പള്ളിയൊക്കെ പിന്നെ നമുക്കുണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നൊരു 1-ാം നൂറ്റാണ്ടോ 3-ാം നൂറ്റാണ്ടോ ഒക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ആരാധനകളും നമ്മുടെ സക്രമന്തുകളും ഒക്കെ ഒരു ആരാധനാലയത്തിന്റെ സംവിധാനങ്ങളിലേക്കൊക്കെ മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ടത്. അതുവരെ അത് വീടിന്റെ ഉള്ളിലാണ്, ഹൗസ് ചർച്ചസിലാണ്, ഭവനാരാധനകളായിട്ടാണ് അതൊക്കെ ആരംഭിച്ചതും ദീർഘനാളുകളായിട്ട് നിലനിന്നതും ഒക്കെ. നമ്മുടെയൊക്കെ സഭകളുടെ ഒക്കെ പല സഭകളുടെയും ഒക്കെ ചരിത്രമൊക്കെ ചകഞ്ഞു നോക്കിയാൽ ഏതെങ്കിലും ഒക്കെ വീടിന്റെ അകത്തളങ്ങളിലോ ഹാളിലോ
ബേസ്മെന്റിലോ പരിസരങ്ങളിലോ ഒക്കെയാണ്. അപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് നമ്മുടെ സാറ്റലൈറ്റ് വർഷിപ്പ് നാളെ ഒരു സഭയായി മാറിയാൽ, ഒരു ഇടവകയായാൽ, അതിന്റെ ചരിത്രം എഴുതുമ്പോൾ നമ്മുടെ രഞ്ജിത്തങ്ങളുടെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിനെ കുറിച്ച് പറയാതെ എങ്ങനെയാണ് നമുക്കത് അതിന്റെ ചരിത്രം എഴുതാൻ പറ്റുക? കാരണം നമ്മൾ കുറെ അധികം നാളുകൾ അവിടെയാണ് കൂടിക്കൊണ്ടിരുന്നത്. വീടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വീടുകളിൽ നിന്നാണ് സത്യത്തിൽ ആരാധനാലയങ്ങളിലേക്ക് നമ്മുടെ ആരാധനകളും നമ്മുടെ കൂട്ടായ്മകളും സഭകളും ഒക്കെ മാറിയത്. വീടുകൾക്കുള്ളിലാണ് ആദിമസഭ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞത്. വീടിന്റെ ഉള്ളിലാണ് സഭയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായത്. വീടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് സഭ ആദ്യമായിട്ട് പ്രസംഗിച്ചത്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തു തന്റെ പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് തന്നെ സ്വയം വെളിപ്പെടുത്തുമ്പോൾ, റിവീൽ ചെയ്യുമ്പോൾ, അവർക്ക് അപ്പിയർ ചെയ്യുമ്പോൾ, അവർക്ക് പ്രത്യക്ഷനാകുമ്പോൾ യേശു കർത്താവ് തെരഞ്ഞെടുത്തു എന്നുള്ളതല്ല. അവര് എല്ലാരെയും ഒക്കെ പേടിച്ച് ഒരു വീടിനകത്ത് സുരക്ഷിതമായിട്ട് അടച്ചിരുന്നപ്പോ ആ വീടിന്റെ ഉള്ളിൽ യേശു കർത്താവ് വന്നു. യേശു കർത്താവ് വീടുകളിൽ നിരന്തരമായി സന്ദർശിച്ചിരുന്ന ആളായിരുന്നു. അവരുടെ കൂട്ടായ്മ അനുഭവിച്ചിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വീടുകൾക്ക് വളരെ ഗൗരവമേറിയ പ്രാധാന്യമുണ്ട് എന്ന് ഈ ഭാഗവും ഒരിക്കൽ കൂടി അടിവരയിടുന്നു, തെളിയിക്കുന്നു. അവിടെ വന്നിട്ട് നമ്മൾ പറയുന്നത് അടഞ്ഞ വീട് യേശു കർത്താവ് തുറക്കുന്നു. ഓപ്പൺനെസ്സിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. നമ്മളുടെ ജീവിതത്തിൽ ചില തുറന്ന സമീപനങ്ങൾ ഉണ്ടാകണം. അടഞ്ഞു പോകുന്ന അനുഭവങ്ങളല്ല, തുറന്ന സമീപനങ്ങൾ ഉണ്ടാകണം. നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ആത്മീയതയിൽ, നമ്മുടെ ഇടപാടുകളിലൊക്കെ ഓപ്പൺനെസ് ഈസ് എസെൻഷ്യൽ ഫോർ അസ്. സോ നമ്മുടെ വീടുകളും തുറന്ന വീടുകളാകണം. വീടുകൾ അടച്ചിടാനുള്ളതല്ല. ഇന്ന് അടച്ചിടാൻ വേണ്ടി പണിയുന്ന വീടുകളാണ്. കാശ് കൊടുത്ത് വാങ്ങിച്ചാലും ചില വീടുകളൊക്കെ ചില വീടുകൾ എന്തിനാന്ന് ചോദിച്ചാൽ അടച്ചിടുകാൻ വേണ്ടി. എൻ്റെ പല സുഹൃത്തുക്കളും അങ്ങനെയാ ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു, വീടൊക്കെ കഴിഞ്ഞു, വീട് പണിയൊക്കെ കഴിഞ്ഞു, എന്നിട്ട് ഇപ്പൊ അടച്ചിട്ടിരിക്കുക. അത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നും. അടച്ചിടാൻ വേണ്ടി എന്തിനാണ് വീടുകൾ? കേരളത്തിൽ അങ്ങനെ കണക്കെടുത്താൽ നമ്മുടെയൊക്കെ കുടുംബ വീടുകൾ, പ്രിയപ്പെട്ടവരുടെ വീടുകൾ, ബന്ധുമിത്രാദികളുടെ വീടുകളൊക്കെ നാട്ടിൽ അടച്ചിട്ടിരിക്കുക. എന്നാൽ നാട്ടിലെ ബസ് സ്റ്റാൻഡിലും പട്ടണങ്ങളിലും കടത്തിണ്ണകളിലും ഒക്കെ വീടില്ലാതെ ഉറങ്ങുന്നവരെ ഇഷ്ടം പോലെ കാണും, അല്ലെ? ഒരുപാട് വീടുകൾ ഒരു വശത്ത് അടച്ചിടുമ്പോഴാണ് ഇങ്ങനെ കുറെ വീടില്ലാത്ത, തലചായ്ക്കാൻ ഇടമില്ലാത്ത കുറെ മനുഷ്യന്മാരുണ്ട്. നമ്മളൊക്കെ വളരെ വിചിത്രമായൊരു ലോകത്താണ് ജീവിക്കുന്നത്, അല്ലെ? ഒട്ടും നമുക്ക് റാഷണലൈസ് ചെയ്യാൻ പറ്റാത്ത, കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത, കൂട്ടിമുട്ടാൻ പറ്റാത്ത ഒരുപാട് വൈരുദ്ധ്യങ്ങൾക്കിടയിലാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് വീട് വളരെ പ്രധാനപ്പെട്ടാണ്. അടച്ചിടുന്ന വീടല്ല, തുറക്കണം. വീടുകൾ തുറന്നിരിക്കണം. അതിനാണ് വാതിലുകളും ജനലുകളും ഒക്കെ ഉള്ളത്, അല്ലെ? തുറക്കാനും അടയ്ക്കാനും തുറന്നു കൊടുക്കാനും ഒക്കെയാണ്. യേശു കർത്താവ് അവരുടെ മധ്യത്തിൽ വന്ന് നിന്ന് അവരോട് പറയുന്നത് ആ 20-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ, യേശു 19 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ യേശു കർത്താവ് 2 വട്ടം വീടിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. ആദ്യം വരുമ്പോൾ തോമസ് ഉണ്ടായിരുന്നില്ല. ആദ്യ ഭാഗത്ത് തന്നെ യേശു കർത്താവ് 2 വട്ടം നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു, പീസ് ബി അൺ ടു യു എന്ന് പറയുന്നു. ചിലർ വിശ്വസിച്ചില്ല, ചിലർ പേടിച്ചു, വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത് യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. 19-ാമത്തെ വാക്യത്തിൽ 20-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്. 21-ാമത്തെ വാക്യത്തിൽ യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം. അതിന്റെ 26-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷമാണ് 20-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. വീടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് യേശു പറയുന്നത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന്.
അതൊരു വിഷാണ്, അതൊരു ബ്ലെസ്സിങ് ആണ്, അതൊരു ബെനഡിക്ഷൻ ആണ്. ജീസസ് ഈസ് പ്രൊനൗൺസിങ് എ ബെനഡിക്ഷൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ ഹോം, ഓഫ് എ ഹൗസ്. വീടിന്റെ ഉള്ളിൽ നിന്ന് യേശുവിന് പറയാനുള്ള ആദ്യത്തെ ബെനഡിക്ഷൻ, ബ്ലെസ്സിങ് എന്താണ്? സമാധാനം. തമിഴിൽ എന്താ പറയാ? അമൈതി എന്ന് പറയുന്നത്, ശാന്തത. വീട് പലപ്പോഴും അശാന്തിയുടെ ഇടങ്ങളാണ്. Our homes are not peaceful all times. നമ്മുടെ വീടുകൾ എല്ലായ്പ്പോഴും സ്വസ്ഥതയുടെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഇടങ്ങളല്ല. വീടുകളിൽ ഒരുപാട് അസമാധാനമുണ്ട്. വീടുകൾക്കുള്ളിൽ അസമാധാന അന്തരീക്ഷമുണ്ട്, അല്ലെ? അശാന്തതയുടെ അന്തരീക്ഷങ്ങളുണ്ട്. പല കാരണങ്ങളാണ്. അതിനെക്കുറിച്ചൊരു അനാലിസിസിനൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ യേശു പറയുന്നത്, യേശുവിൽ നിന്ന് നമുക്ക്, കർത്താവിൽ നമുക്ക് ലഭിക്കുന്ന, സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ബെനഡിക്ഷനാണ്, ഏറ്റവും വലിയൊരു ആശംസയാണ്, ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്, ആശീർവാദമാണ്. പീസ് ബി, സമാധാനം. ഞാനും ആരാധന കഴിഞ്ഞിട്ട് പറയത്തില്ലേ, നമ്മുടെ ആരാധന ഇപ്പോൾ സാധാരണ 2 മണിക്കൂറിനകമെങ്കിലും നിർത്തണമെന്ന് ഞാൻ ശ്രമിക്കും. ചിലപ്പോൾ ഇപ്പോഴൊക്കെ 2.5 മണിക്കൂറൊക്കെ ആവും, ചിലപ്പോൾ 2.5 മണിക്കൂറും ആവും, അല്ലെ? എല്ലാം ഈ 2.5 മണിക്കൂർ നമ്മൾ അക്ഷമരായിട്ട് ഇരുന്നിട്ട് നമ്മളോട് പറയുന്നതാണ്, സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുകയും ധൈര്യപ്പെട്ടിരിക്കും. ഞാൻ ആ ഒരു ആശീർവാദമാണ് സാധാരണ ആരാധനയുടെ അവസാനം ഉപയോഗിക്കുന്നത്. സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. മറ്റൊരു ആശീർവാദം നമ്മുടെ ആരാധന പുസ്തകത്തിലുള്ളത് അങ്ങനെയാണ്. പള്ളിയിലും അത് തന്നെയാ സമാധാനം. ഇപ്പൊ മർദ്ദമ ആരാധനയിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ കുരിശു വരയും, അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കും. സമാധാനം വളരെ വളരെ ഇറ്റ്സ് എ പ്രൈസ്ഡ് കമോഡിറ്റി. സമാധാനം എപ്പോഴാണ് ഉണ്ടാവുക? വി ക്യാൻ ഹാവ് പീസ് വെൻ വി ബിക്കം ഫിയർലെസ്. നമുക്ക് ഭയം ഉണ്ടാകുമ്പോഴാണ്, ആശങ്കകൾ ഉണ്ടാകുമ്പോഴാണ് ഈ സമാധാനക്കേട് ഉണ്ടാവും. വി ആർ അഫ്രൈഡ്. ഭയപ്പെട്ടവരാണ് അസമാധാനം ഉണ്ടാക്കുന്നത്. എവ്രിവേർ. ചിലരൊക്കെ ഭയങ്കര ഭയമാണ്, അല്ലെ? എല്ലാവരും എന്നെ കാണുന്നുണ്ടോ? എല്ലാവരും എന്നെ അംഗീകരിക്കുന്നുണ്ടോ? അവരെന്താ എന്നെ നോക്കാത്തത്? എനിക്ക് വേണ്ട അക്സെപ്റ്റൻസ്. അപ്പൊ നമ്മൾ അത് കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിക്കും. ഭയം. ഇന്ന് ആ ഭയത്തിന്റെ പല പല തരത്തിലുള്ള അവസ്ഥകളാ ഭയത്തിന്റെ അവസ്ഥകൾ, അല്ലെ? സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉള്ളവർക്കും നിരന്തരം ഇരിക്കുന്നവർക്കും ഭയമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ ഭാര്യ, എത്ര പേര് വിഷ് ചെയ്തു, എത്ര പേര് വിളിച്ചു? ഞാൻ പറഞ്ഞു, വിളിച്ചില്ല. എന്താ? എൻ്റെ പോസ്റ്റിൻ്റെ ഇടയിൽ എത്ര പേര് വന്ന് കമന്റ് ചെയ്തു? നമ്മളതെങ്ങനെ നോക്കും? 255, 354. അയ്യോ, എനിക്കൊരു 600 ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അത്രയും പേര് വന്നല്ലോ. ആരാ ഇടാത്തത്? അച്ഛനെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തവര്, സന്ദേശം അയച്ചവർ ആരൊക്കെ ഇല്ല? നോ നോ, why do we afraid of all these things? Why do we conscious of all these things? Nonsense. നമുക്ക് ഭയമാ. അയ്യോ, ഞാനിവിടെ ജീവിക്കുന്നുണ്ടോ? ഞാൻ അറിയുന്നുണ്ടോ? എന്നെ എല്ലാവരും കാണുന്നുണ്ടോ? അതൊരു ഭയം. അത് നമ്മുടെ ഇന്നത്തെ ലോകം ഉണ്ടാക്കുന്ന ഒരു ഭയം, അല്ലേ? എല്ലാത്തിനെയും നമുക്ക് ഭയമാണ്. പ്രായത്തെ ഭയപ്പെടുന്ന മനുഷ്യർ. കഴിഞ്ഞ പ്രാവശ്യം അമ്മ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി കരയാണ്. അയ്യോ, മുഴുവൻ നരച്ചു. ഭയങ്കര പ്രായമായിട്ട് കൊടുത്തു. നമ്മളിത് മൊത്തത്തിൽ നരപ്പിക്കാനായിട്ടിരിക്കുകയാണ്. ഭയമാണ്. നരയ്ക്കാൻ ഭയം. പ്രായം ചെല്ലാൻ ഭയം. വി ആർ അഫ്രൈഡ് ടു ബിക്കം ഓൾഡ്. ഞാനാണെങ്കിൽ എപ്പോൾ റിട്ടയർമെന്റ് ആവുമെന്ന് വിചാരിച്ചിരിക്കും. കാരണം 10-20 ഞാനത് ആലോചിച്ചിട്ടുണ്ട്. എപ്പോഴും VRS എടുക്കാൻ വല്ല മാർഗമുണ്ടോ? റിട്ടയർമെന്റ് എടുക്കാൻ വല്ല മാർഗമുണ്ടോ? ഒന്ന് പ്രായമായിരുന്നു നല്ലായിരുന്നു.
എന്നാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത്. വൈ? ഐ ഡോണ്ട് നോ. ചെറുപ്പക്കാർക്ക് ഭയമാണ്, കല്യാണം കഴിക്കാൻ ഭയം പിള്ളേർക്ക്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് പഠിത്തമൊക്കെ കഴിഞ്ഞ് പട്ടം കിട്ടിയപ്പോ തൊട്ട് നമ്മളിങ്ങനെ കെട്ടാൻ റെഡിയായി നിൽക്കുക. ആരും നമ്മളെ കെട്ടുന്നില്ലല്ലോ എന്നാണ് നമ്മുടെ പേടി. കുറെ കഴിയുമ്പോൾ അതൊരു പേടിയായിരുന്നു. എനിക്കെന്താ പെണ്ണ് കിട്ടാത്ത, അതൊരു ഭയമായിരുന്നു. കെട്ടിക്കഴിഞ്ഞപ്പോൾ വേറെ ഭയമാണ്. പിള്ളേരൊക്കെ വളർന്ന് പഠിക്കാൻ പോകുമ്പോൾ വേറെ ഭയങ്ങളാണ്, അവർക്ക് വേറെ ഭയങ്ങളാണ്. ഇപ്പൊ മോള് പഠിക്കാൻ പോകുമ്പോൾ എനിക്ക് പേടിയാ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയുണ്ട്. എനിക്ക് പേടിയില്ല, അവക്ക് പേടിയുണ്ടോന്ന് അറിയത്തില്ല. ഓരോരോ ഭയങ്ങൾ. ഭയം തീർച്ചയായിട്ടും നമ്മളെ അസ്വസ്ഥരാക്കും, അസമാധാനം ഉണ്ടാക്കും. പിന്നെ വേറെ നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടി ചില ആൾക്കാരെ പേടിപ്പിക്കാൻ ചില ആൾക്കാരുണ്ട്. അത് കൊട്ടേഷൻ എടുത്ത ആൾക്കാരുണ്ട്. അവരിങ്ങനെ ജീവിക്കുന്നത് മറ്റുള്ളവരെ പേടിപ്പിക്കുക, വരട്ടി ജീവിക്കുക. ഇതൊക്കെ ഒരു ജീവിതമാണോ ഇഷ്ടം എന്ന് ചോദിക്കണ്ടേ നമ്മൾ? കാരണം ഭയം, നമ്മൾ ഭയപ്പെടുന്നത് കൊണ്ടാണ് അവർ നമ്മളെ ഭയപ്പെടുന്നത്. നമ്മൾ ഭയപ്പെടുന്നത് കൊണ്ടാണ് അവർ നമ്മളെ ഭയപ്പെടുന്നത്. ഇഫ് യു ഡിസൈഡ് നോട്ട് ടു ബി ഫിയർ, നോട്ട് ടു ബി അഫ്രൈഡ്, നമ്മൾ ഭയപ്പെടില്ല എന്ന് തീരുമാനിച്ചാൽ നമ്മളെ ആരും ഭയപ്പെടുത്തില്ല. കർത്താവായ യേശു ക്രിസ്തു ആരെയും ഭയപ്പെട്ടില്ല. ബിക്കോസ് ഹി ഡിസൈഡഡ് നോട്ട് ടു ബി അഫ്രൈഡ് ഓഫ്. കാരണം മരുഭൂമിയിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ ഭയപ്പെടുത്താൻ ഒരു പുള്ളി ആവതും ശ്രമിച്ച പുള്ളി പിന്നെ അതിന് നേരിട്ടുള്ള ഭയപ്പെടുത്തൽ നിർത്തിയിട്ട് പല സംവിധാനങ്ങളിലൂടെ ഒക്കെ പേടിപ്പിക്കാനൊക്കെ നോക്കി. ഹി വാസ് നോട്ട് അഫ്രൈഡ്. ഹി ഓവർകം ദ ഫിയർ. മരണത്തെ, ഭയത്തെ അതിജീവിച്ച കർത്താവാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് ഭയപ്പെടേണ്ട എന്നാണ് പറയുന്നത്. ഭയപ്പെടേണ്ട, ഫിയർ നോട്ട്. ഇത് സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നതിന്റെ മറ്റൊരു കൊണോട്ടേഷനാണ്. സെയിം, ഫിയർ നോട്ട്. പീസ്, വി ക്യാൻ ഹാവ് പീസ് ഓൺലി വെൻ വി ഫിയർ നോട്ട്. ഭയപ്പെടാതിരിക്കുമ്പോഴാണ് നമുക്ക് സമാധാനം. ചിലർക്ക് കുടുംബജീവിതത്തിൽ പേടിയാ. ഭർത്താവിന് ഭാര്യയെ പേടി, ഭാര്യയ്ക്ക് ഭർത്താവിനെ പേടി, അപ്പനും അമ്മയ്ക്കും മക്കളെ പേടി, അമ്മായിയമ്മയെ പേടി, അമ്മായിയപ്പനെ പേടി, ചില അമ്മായിയപ്പനും അമ്മായിയമ്മയ്ക്കും മരുമക്കളെ പേടി, അയൽക്കാരെ പേടി. വീടിനകം ഒരു ടെറർ ക്ലൈമറ്റാ, ഒരു ഭീകരാന്തരീക്ഷമാണ് പല വീടുകൾക്കുള്ളിൽ. ആ വീടുകളൊക്കെ ചെല്ലുമ്പോൾ നമുക്കത് വി വിൽ ഫീൽ ദാറ്റ് ദ എലമെന്റ് ഓഫ് ഫിയർ ആൻഡ് ടെറർ ഇൻ അവർ ഹൗസ്. യേശു കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താനുള്ള സ്ഥലമാണ് നമ്മുടെ വീട്. അവർ പറയുന്നില്ല, യേശു കർത്താവ്, അവർക്ക് പല കൺഫ്യൂഷൻസാ. വാട്ട് ഈസ് ദിസ്? ആളുകളൊക്കെ ഇങ്ങനെ രാവിലെ സ്ത്രീകളെ എന്ന് പറഞ്ഞ ആകപ്പാടെ അവർ പേടിച്ചു. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിനേക്കാൾ വലിയ പേടിയായി ഇപ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ്. കാരണം അവരുടെ കൺമുന്നിൽ വെച്ച് ക്രൂശിക്കപ്പെട്ട ഒരാളാണ്. പക്ഷെ അവർ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ, കാരണം യേശു കർത്താവ് ലാസറിനെ ഉയർപ്പിച്ച ആളല്ലേ. So they can rationalize it is possible because യേശു ലാസറിനെ ഉയർപ്പിച്ച ആളാണെങ്കിൽ യേശു ഉയർക്കാൻ സാധ്യതയുള്ള ആള് തന്നെയാണ്. Why should be afraid of them? പക്ഷെ അത് ആ സമയത്ത് റാഷണൽ ഒന്നും വർക്ക് ചെയ്യത്തില്ല. നമ്മുടെ പ്രോബ്ലം അതാണ്. നമുക്കൊക്കെ അറിയാം, വിശ്വാസമൊക്കെ ഉണ്ട്, നമുക്ക് നല്ല അറിവുണ്ട്, വേദപുസ്തക വാക്യങ്ങളൊക്കെ അറിയാം, എപ്പോഴൊക്കെ ഏതൊക്കെ പറയണമെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ at times we are afraid. We are frightened and terrified of the realities. ചില യാഥാർത്ഥ്യങ്ങൾ, ചില സന്ദർഭങ്ങൾ നമ്മളെ ഭയപ്പെടുത്തും. ഭയവും ബഹുമാനവും രണ്ടും രണ്ടാകട്ടോ, ആദരവും രണ്ടും രണ്ടാ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അനുവദിക്കുന്നത് ചില ബഹുമാനം കൊണ്ടാവും. അപ്പം ആസ് എ അച്ഛൻ ചില കാര്യങ്ങൾ, ചില നിർബന്ധങ്ങൾ ചിലരെ പിടിക്കുമ്പോൾ മിണ്ടാത്തതും ഇങ്ങോട്ട് പറയുന്നതിന്റെ അങ്ങോട്ട് മറുപടി പറയാത്തതും പേടിച്ചിട്ടല്ല, ഭയന്നിട്ടല്ല, മറ്റുള്ളവരെ ബഹുമാനിക്കണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ട്.
സെൻസ് ഓഫ് റെസ്പെക്ട്, മ്യൂച്വൽ റെസ്പെക്ട്, അല്ലേ? അത് വേണം. റെസ്പെക്ട് ഇസ് ഡിഫറെന്റ്, ഫിയർ ഇസ് ഡിഫറെന്റ്. വീടിന്റെ ഉള്ളിൽ പരസ്പര ബഹുമാനം വേണം. ഭാര്യയും ഭർത്താവും തമ്മിലും, പേരൻസും ഇൻലോസും തമ്മിലും, മക്കളും പേരൻസും തമ്മിലും ഒക്കെ വി ഷുഡ് റിലേറ്റ് വിത്ത് റെസ്പെക്ട്. ബഹുമാനത്തോടു കൂടെ സംസാരിക്കാൻ പറയണം. ഞാൻ ചിലപ്പോൾ എൻ്റെ ഭാര്യയെ ഇങ്ങനെ വല്ല തമാശയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഫീൽ ചെയ്യും, am I disrespecting her, dishonoring her? ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആസ്വദിക്കും. അത് നിങ്ങളൊരു പൊളിറ്റിക്സ് ആണെന്ന് എനിക്കറിയാം. അച്ഛൻ കൊച്ചമ്മയെ കുറ്റം പറയുമ്പോൾ നമ്മൾ പിന്നെ രക്ഷപ്പെട്ടല്ലോ, അച്ഛൻ എന്നാലും നമ്മളെ കുറ്റം പറയുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ആശ്വസിക്കും. ശരിയായിരിക്കും, അതൊരു സ്ട്രാറ്റജി ആവാം. കാരണം ഒരു അച്ഛൻ ഒരിക്കലും ജനങ്ങളെ കുറ്റം പറയാൻ പാടില്ല. പക്ഷേ ഇറ്റ് ഷുഡന്റ് ബി ഡിസ്റെസ്പെക്ട്. ഇതൊരിക്കലും ബഹുമാനമില്ലായ്മയാകാൻ പാടില്ല. അതുകൊണ്ട് ഭയവും ബഹുമാനവും രണ്ടിണ്ടണ്ട. വീടിന്റെ ഉള്ളിൽ ബഹുമാനം ഉണ്ടാകണം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഭയം എന്തുകൊണ്ടാ പലപ്പോഴും നമ്മൾ ഈ ഭയമുള്ളപ്പോഴാണ് നമ്മൾ അടച്ചു കളയുന്നല്ലേ. വി ക്ലോസ്, സെൽഫ് ക്ലോഷർ എന്ന് പറയും. സെൽഫ് ക്ലോഷർ, സ്വയം അടച്ചു കളയും. നമ്മൾ മറ്റുള്ളവരോട് ഇടപെടാനായിട്ട് നമ്മൾ സ്വയം അടച്ചു കളയുന്നതിന്റെ ഒരു കാരണം വി ആർ അഫ്രൈഡ്. നമുക്ക് പേടിയാ ചിലരോടൊക്കെ ഇടപെടാം, ചിലരോടൊക്കെ സഹകരിക്കാൻ, ചിലരോട് സംസാരിക്കാൻ. വൈ? അല്ലേ? എന്തിനാ അവർ നമ്മളെ പിടിച്ച് വിഴുങ്ങോ? ഇന്ന് സംസാരിച്ച ഹലോ എന്തുകൊണ്ട് വിശേഷം, മക്കളൊക്കെ ഇപ്പൊ എവിടാ, ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്, അത്രയും പറഞ്ഞ എന്ത് പറ്റും? ഒന്നും പറ്റത്തില്ല, നല്ലത് സംഭവിക്കുള്ളൂ. പക്ഷെ നമുക്ക് ഭയങ്കര പേടിയാ. നമുക്ക് നമ്മളെ തന്നെ പേടിയാ. കാരണം ഇനി അങ്ങനെ ഞാൻ വല്ലതും പറഞ്ഞു പോയാൽ, ഞാൻ നന്നായി പോയെങ്കിലോ എന്ന പേടി. യേശു കർത്താവ് നമ്മുടെ ഭയം നിറഞ്ഞ സാഹചര്യങ്ങളിൽ വന്ന് നമ്മളോട് പറയുന്നത് പീസ് ബി അൺടു യു. നമ്മളിങ്ങനെ പേടിച്ച് ഇങ്ങനെ അടച്ചടച്ചിരിക്കുമ്പോൾ യേശു ഇങ്ങനെ തുറന്നു വന്നിട്ട് നമ്മളോട് പറയും പീസ്, സമാധാനം, തുറക്ക്, നീ സംസാരിക്കേ, അങ്ങോട്ട് പോയി ഇടപെട്, ഇങ്ങനെ സ്വയം അടഞ്ഞിരിക്കാതെ. അല്ലേ? നമ്മുടെ പള്ളിയിലും അങ്ങനെ ചില സ്വയം അടഞ്ഞ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. സ്വയം അടഞ്ഞ ഗ്രൂപ്പ്, അവർ 4 പേരേ ഉള്ളൂ, വേറെ 4 പേര്, അവിടെ 4 പേര്, ഇവിടെ 4 പേര്, ഇവിടെ 2 പേര്, ഇല്ല അവിടെ ഒരാള്, ഇതിലൊന്നും പെടാത്ത ആരെങ്കിലും പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർ വേറെ ഒരു, അങ്ങനെ സ്വയം അടഞ്ഞ കുറെ അടഞ്ഞ പാത്രങ്ങൾ. യേശു പറയുന്നു we need to open up ourselves to experience peace. സമാധാനമൊക്കെ ഉണ്ടാവണം. ഞാനിപ്പം ഞായറാഴ്ച വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആരെയൊക്കെ കണ്ടു, ആരെയൊക്കെ മീറ്റ് ചെയ്തു, ആരോടൊക്കെ സംസാരിച്ചു, ഇന്നയാളെ ഞാൻ കണ്ടായിരുന്നു, വർത്താനം പറഞ്ഞായിരുന്നു, എന്താ ആള് പോയത്, ഇന്നയാളെന്താ കഴിക്കാതെ നിൽക്കാത്തത്, ഞാൻ പെട്ടെന്ന് ചിന്തിക്കും. ഞാനിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ പറയുമ്പോൾ അവർ വേണേൽ കഴിയും, നമ്മളാരും റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം we shouldn't be സെൽഫ് ക്ലോസിങ് ourselves. നമ്മൾ ഒരിക്കലും സ്വയം അടയാൻ പാടില്ല. യേശു കർത്താവ് വന്ന് സഭയോട് പറയുന്നത്, ദൈവജനത്തോട് പറയുന്നത്, ഡോണ്ട് ക്ലോസ് യുവർ സെൽഫ് ഇൻസൈഡ്. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അകത്ത് കയറി അടച്ചിരിക്കരുത്. നോ, ഓപ്പൺ അപ്പ് യുവർ സെൽഫ്, ഫേസ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ബീങ് ഓപ്പൺ. സമാധാനം ഉണ്ടാവണം, സ്വസ്ഥത ഉണ്ടാവണം. ഇറ്റ് ഈസ് എ കംഫർട്ടിംഗ് പ്ലേസ്. നമ്മുടെ വീടുകൾ, നമ്മുടെ കുടുംബങ്ങൾ സമാധാനമുള്ള സ്ഥലമാകണം, ആശ്വാസത്തിന്റെ ഇടങ്ങളാകണം. പുനരുദ്ധാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാരോട് ഒന്ന് പറയുന്നത് അതാണ്, ബി സ്റ്റിൽ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. സ്വയം സമാധാനത്തിലാകുന്ന സഭയ്ക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലേ? സഭയുടെ കാര്യം പറയണ്ട. ഇപ്പോൾ തമ്മിലടിയും തൊഴുത്തിക്കുത്തും ബഹളവും കാലുവാരലും പരിപാടിയും, അല്ലേ? ഒട്ടും സമാധാനമല്ല സഭ.
ചർച്ച് ഈസ് നോട്ട് അറ്റ് പീസ് വിത്ത് ഹെർസെൽഫ്. അച്ഛന്മാരും ഉപദേശിമാരും ബിഷപ്പുമാരും ഭാരവാഹികളും ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് അത് ഇത് മറ്റേത് മറിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു ബഹളാണ്. ഇന്നലെ നമ്മൾ പറയുന്നത് പീസ് ബി അൺടു യു. എന്ത് പീസാണ്? ചർച്ച് ഹാസ് ടു ബി എ ഹീലിംഗ് കമ്മ്യൂണിറ്റി, അല്ലെ? സഭ സൗഖ്യം നൽകുന്ന സഭയാണ്. അതിന് നമുക്ക് സമാധാനം ഉണ്ടാവണം. സഭയ്ക്കുള്ളിൽ സമാധാനം വേണം, കുടുംബത്തിന്റെ ഉള്ളിൽ സമാധാനം വേണം. എങ്കിലേ നമുക്കൊരു സന്തോഷമുള്ളൂ. പുറത്തു പോയാലും നമുക്ക് ആ സന്തോഷിക്കാൻ പറ്റൂ. If we are not peace at ourselves, then we cannot enjoy, we cannot celebrate, we cannot be peaceful at any event, anytime. കർത്താവ് നമ്മളോട് പറയുന്നതാണ്, ശാന്തരാകും, സമാധാനത്തോടെ ആയിരിക്കും. ദൈവം അത്ര നല്ലവനാണ്. ഇത് അത്ഭുതകരമായിട്ട് നടത്തിയവനാണ്. ഇതിനേക്കാളൊക്കെ വലിയ പ്രതിസന്ധികളുടെ ഒക്കെ മധ്യത്തിൽ ദൈവം നമ്മളെ കൈപിടിച്ച് നിർത്തിയില്ല. ഐ എം ഹിയർ, ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? എന്തിനാ നിങ്ങൾ സംശയിക്കുന്നത്? സമാധാനപ്പെടും, ആശ്വസിക്കും. ആ ഒരു വലിയ സന്ദേശം ഈ നാളുകളിൽ നമ്മുടെ സഭയ്ക്കും കുടുംബങ്ങൾക്കും അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവേ, നല്ല പകൽക്കാലത്തിനായിട്ട് സ്തോത്രം. നിന്റെ വചനത്തിലൂടെ നീ ഞങ്ങളോട് ഇടപെട്ടതിനായിട്ട് സ്തുതിക്കുന്നു കർത്താവേ. പലപ്പോഴും ഞങ്ങളുടെ ആശ്വാസവും സമാധാനവും ചോർത്തിക്കളയുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങളൊക്കെ ഭയപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ചുറ്റുപാടും പല നടക്കുന്നത് കാണുമ്പോൾ, കേൾക്കുമ്പോൾ, ഞങ്ങളുടെ ലോകത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ കർത്താവെ മനസ്സിലാക്കുമ്പോൾ ഞങ്ങളൊക്കെ ഭയന്നിരിക്കുന്നു. വി ആർ അഫ്രൈഡ്. ഗിവ് us your peace. കർത്താവെ, നീ ഞങ്ങൾക്ക് സമാധാനം തരണമേ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ദേവാലയങ്ങൾ, ഞങ്ങളുടെ സമൂഹങ്ങൾ, ഞങ്ങളുടെ ലോകം, ഞങ്ങളുടെ ദേശം ആത്യന്തികമായ സമാധാനത്തിൽ ആയിത്തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങൾ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ, അവിടുന്ന് പ്രവർത്തിക്കണമേ. അവിടുത്തെ കൃപ അടിയങ്ങളോട് കൂടെ ഇരുന്നാട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാത്ത ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു മശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മെല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും വിട്ടുപോയ വിഷയങ്ങളോടും, പ്രത്യേകിച്ച് ബലഹീനതയിലും രോഗത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നുമല്ല എപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ റിജിത്തിനോട്, സങ്കീർത്തനം വായിച്ച ധോനിയോട്, മധ്യസ്ഥ പ്രാർത്ഥന നയിച്ച അഞ്ജുവിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ അടുത്ത വെള്ളിയാഴ്ച ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് വോളണ്ടിയേഴ്സിനെ ആവശ്യമാണ്. ആരാണ് പാട്ട് പാടുന്നത്? ഒന്ന് വോളണ്ടിയർ ചെയ്താട്ടെ. ഞാൻ പാടാം അച്ഛാ. ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ, 2 പാട്ട്. ഞാൻ പാടാം അച്ഛാ. അന്നമ്മ ജോൺ. അന്നമ്മ ജോൺ ആന്റി പാട്ട് പാടും. 41 സങ്കീർത്തനം ആരാ വായിക്കുന്നത്? 41 ഞാൻ വായിക്കാം അച്ഛാ. ആരാ? സുഷ ആന്റിയാണോ? ഓക്കെ ആന്റി, താങ്ക് യു. പ്രാർത്ഥന നയിക്കുന്നത് ആരാ? പ്രാർത്ഥനയുടെ ഭാഗം വരുമ്പോഴാണ് നമ്മുടെ നിശബ്ദത. ആരും കാണുന്നില്ല. നമ്മൾ ഓൺ ചെയ്ത് വെച്ച് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. വീഡിയോ പോലും ഓൺ ചെയ്യുന്നില്ല. ഞാൻ മാത്രമേ വീഡിയോ ഓൺ ചെയ്യുന്നു. യു ക്യാൻ പ്രേ ഇൻ എനി ലാംഗ്വേജ്, എനി ടോൺ, ഏത് രീതിയിൽ എങ്ങനെ വേണേലും വീട്ടിലിരുന്ന് കാര്യം പറയുന്നത് പോലെ പ്രാർത്ഥിക്കാം ദൈവത്തോട്. ഈ ഓൺലൈൻ ആകുമ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ. ആരെങ്കിലും ഒരാളൊന്ന് വോളണ്ടിയർ ചെയ്താട്ടെ. നമുക്ക് പ്രാർത്ഥിക്കണം. പിന്നെ പ്രാർത്ഥിക്കണ്ടേ? ഒന്ന് എളുപ്പം പറഞ്ഞാട്ടെ. ഞാൻ പ്രാർത്ഥിക്കും. ആരാത്? സുജയാണോ? അതെ. ഓക്കെ, സുജ ബിജു.
അതെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു അച്ഛാ. അപ്പം എല്ലാവർക്കും പ്രത്യേകം നന്ദി. അടുത്ത വെള്ളിയാഴ്ച ഞാൻ ചോദിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ ഇതുപോലെ ഒരുങ്ങിയിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവെ, കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ആഴ്ച പ്രാർത്ഥിക്കാൻ എനിക്കുള്ള ഒരു ബലം തരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ ഒരുക്കും. എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. Thank you, Acha. താങ്ക് യു അച്ഛാ. താങ്ക് യു അച്ഛാ. Thank you.